ആക്ച്വലി ഈ ഖൽബ് സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് തന്നെ വീണ്ടും സജീവമായിട്ട് ചർച്ചയാവുന്നുണ്ട്. എനിക്ക് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ കോൺട്രവേഴ്സിയൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ, പക്ഷെ അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് പലപ്പോഴും ഖൽബ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു എസ്തെറ്റിക്സിനെ പറ്റി പല ചാനലുകളും ചർച്ച ചെയ്യാതെ പോകും, അല്ലെങ്കിൽ അതിനെ ഡീപ്ലി വിസിറ്റ് ചെയ്യാതെ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിട്ടുണ്ട്. എനിക്ക് ആ സിനിമ കണ്ട സമയത്ത് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് നമുക്ക് ഡീപ്പായിട്ട് ചർച്ച ചെയ്യാം. ഈ ഖൽബ് എന്ന് പറയുന്ന ഈ സിനിമ, ഈ ഒരു തോട്ട് എനിക്ക് ഈ 2019 ഇനിഷ്യേറ്റ് ചെയ്തൊരു പ്രോജക്റ്റാണ്. ഞാൻ 2016 ആണല്ലേ? അപ്പം ഇത്രയും നാളെടുത്ത് അത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള കുറേ ഡെവലപ്മെന്റ്സ് ഉണ്ടാകും, കഥാപരമായിട്ടും ടെക്നിക്കലി ഒക്കെ. അപ്പം ആ ഒരു ഇവോൾവിങ് പ്രോസസ്സ്, ഈ ഒരു ഫിലിം ഇങ്ങനെ ഒരു ക്യാൻവാസിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ പിറകിലെ ജേണി എന്താണെന്ന് പറയാമോ? അല്ല, അതായത് എനിക്ക് ലവ് സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പാട്ടുകളുള്ള സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അനീതി പ്രാവ് പോലെ, ഇല്ലെങ്കിൽ ക്ഷണക്കത്ത് പോലെ, ഇല്ലെങ്കിൽ അന്യ റസൂലും പോലെ സിനിമകളൊക്കെ എന്നെ തിയേറ്ററിൽ അല്ലെങ്കിൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ, സിനിമ പ്രേമിക്കുന്ന രീതിയിൽ, സിനിമ പ്രാന്തുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആയിട്ടുള്ള സിനിമകളാണ്. കാര്യം മനുഷ്യൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമോഷനാണ് പ്രണയം, അല്ലേ? അത് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഇമോഷൻ ക്യാപ്ചർ ചെയ്ത് സിനിമ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം ഏറ്റവും ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. കാരണം എല്ലാവർക്കും അത് എങ്ങനെ ഇടണമെന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ത്രില്ലറൊക്കെ ആണെങ്കിൽ സിമ്പിളാണ്, മസാല ദോശ പോലെ ഒറ്റ അഭിപ്രായം ഉള്ളതിന്, മനസ്സിലായില്ലേ? നല്ലത്, അതിനൊരു ഇതില്ല. പക്ഷെ ഖൽബിന് പ്രണയ സിനിമകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒപ്പീനിയനുകൾ വരാൻ കാരണം. അപ്പോൾ അതിനകത്ത് ഇപ്പം ഖൽബ് എന്ന സിനിമ പറയുന്ന ഒരിക്കലും തുമ്പിയും കാൽപ്പവും രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള പ്രണയമല്ല. ആ സിനിമയിൽ തുമ്പിയും അവളുടെ ഉമ്മയും തമ്മിലുള്ള ബന്ധമുണ്ട്, കാൽപ്പോയും അവളുടെ ഡാഡിയും തമ്മിലുള്ള ബന്ധമുണ്ട്, കാൽപ്പോയും കൂട്ടുകാരും ഖൽബ് തമ്മിലുള്ള ബന്ധമുണ്ട്, കാൽപ്പോയും അസൂറാത്തായും, കാൽപ്പോയും ആരാണ് അപ്പുറത്തെ ട്രീസാമ്മയും, ഇല്ലെങ്കിൽ തുമ്പിയുടെ വാപ്പയ്ക്കും ഇപ്പം നമ്മൾ വില്ലനെന്ന് പറയുന്ന സൈഫുദ്ദീനും തുമ്പിയായിട്ട് ബന്ധമുണ്ട്, ഖൽബിൻ്റെ ബന്ധമുണ്ട്. അങ്ങനെ ഒരുപാട് അതുകൊണ്ടാണ് അദ്ദേഹം ക്ലൈമാക്സ് കരയുന്നത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുടെ, ഒരുപാട് ഖൽബുകളുടെ ഒരു കൂടിച്ചേരലാണ് ഖൽബ്. ഓക്കെ. പിന്നെ ഈ സിനിമ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ആദ്യമായിട്ട് ഇത് എഴുതി തുടങ്ങുന്ന സമയത്ത്, ഇത് ബേസിക്കലി 7 നിറങ്ങളായിട്ടാണല്ലോ കാറ്റഗറീസ്, 7 ഫേസസ് ആണ് ഈ സിനിമകൾക്കുള്ളത്. എനിക്ക് തോന്നുന്നു ഓരോ ഫേസസിനും അതിൻ്റേതായ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, കളർ ടോൺ ഉപയോഗിച്ചിരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, കമ്പോസിഷൻ ആണെങ്കിൽ ശരി. അപ്പം അത്തരത്തിലുള്ള പ്ലാനിങ് ഇതിങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ധാരണ തുടക്കം ഉറപ്പായിട്ടും. നമ്മളിപ്പോൾ അതിൻ്റെ ഹബ്ബ് അല്ലെങ്കിൽ ഹുബ് അട്രാക്ഷൻ, അപ്പം അതിന് മുമ്പ് വരെ കാൽപ്പോട്ടൊരു ലൈഫാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര കളർഫുള്ളാണ് സിനിമ, ഭയങ്കരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂമുകൾ, നമ്മൾ ഒരു ഫ്രെയിം വെച്ച് ആ ഫ്രെയിമിൻ്റെ ബാക്ക്ഡ്രോപ്പുകളൊക്കെ എത്രത്തോളം കളർഫുൾ ആക്കുക അത്രത്തോളം കളർഫുൾ ആക്കിയിട്ടുണ്ട്. പതുക്കെ തുമ്പി വന്നു കഴിയുമ്പം നമ്മളതിനെ ഒന്ന് ലൈറ്റൺ ചെയ്ത് സെക്കൻഡ് ഹാഫിൽ ഇവർ വിഷുവിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ പിന്നെ കളർനെസ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാവർക്കും കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം, ഇപ്പോൾ കാൽപ്പോലും ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ കാൽപ്പോ ഭയങ്കര ഹെയറൊക്കെ വളർത്തി ഭയങ്കര ഒരു ജങ്ക് പങ്ക് ലുക്കിലിടുന്ന കാൽപ്പോ, വൺസ് തുമ്പി വന്ന ശേഷം അവനിലും ഭയങ്കര ഒരു സോബർനെസ് വരുന്നുണ്ട് ലൈഫിൽ മൊത്തത്തിൽ, സംസാരത്തിൽ. ഇല്ലെങ്കിൽ ലൗഡ്നെസ് പോയി. കാൽപ്പോ എന്ന് പറയുന്നത് ഏതെങ്കിലും മാതാമയെ ഒരു ഫോറിനറുടെ കല്യാണം കഴിച്ച് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അതായത് പ്രണയത്തെ കേവലം ഒരു പാസ്പോർട്ടായിട്ടാണ് കാണുന്ന ഒരു വിഭാഗം. എൻ്റെ കുറേ ഗുഡ് ഫ്രണ്ട്സ് ഉണ്ട് നാട്ടിൽ, എൻ്റെ കൂടെ പഠിച്ച പല ആളുകളും നോർവേയിലും UK-ലൊക്കെയാണ്. അവരുടെ ഏറ്റവും വലിയ സംഭവം ഇംഗ്ലീഷ് പാട്ട് പഠിക്കുക, കുറച്ച് മുടിയൊക്കെ വളർത്തുക, എന്നിട്ട് മാതാവിനെ ഇമ്പ്രസ് ചെയ്യുക, അവരെ കെട്ടി ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പ്രേമത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റിൽമെൻറ്റ് സാധനമായിട്ട് കാണുന്ന ഒരു വിഭാഗത്തിന് ഒരു ഒറിജിനൽ പ്രണയം ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഖൽബിൻ്റെ ഫസ്റ്റ് തോട്ട്. അപ്പം അതിനകത്ത് നമുക്ക് ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് പറയുന്നതിനപ്പുറം അതിന് പെയിനായിട്ട് അല്ലെങ്കിൽ ഇമോഷണലി എങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് ചിന്തിച്ചത്. ആ പ്രണയം നഷ്ടപ്പെടാൻ എന്ത് ഇമോഷൻ ഉണ്ടാകാം, മനസ്സിലായി? അപ്പം അങ്ങനെ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ഇമോഷൻ പ്ലേസ്മെന്റ്സും ഒക്കെ ഖൽബിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് പ്രണയത്തെ അതിമനോഹരമായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. മ്യൂസിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. എനിക്കൊന്ന് പാട്ടിലൂടെയാണ് ഈ കഥ ബേസിക്കലി പറഞ്ഞു അല്ലേ? അപ്പം അങ്ങനെ പാട്ടുകൾ വെച്ച് തന്നെ ഇത് പോകണം, അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻ ഇങ്ങനെ ഒരു പാട്ട് വേണം, അങ്ങനെ ഒരു കാര്യം എങ്ങനെയാണ് അത് ചിന്തിച്ചെടുത്തത്? അതല്ല, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ സിനിമയിൽ ഭയങ്കര പ്രണയാഹൃതമായ രംഗങ്ങളൊന്നുമില്ല, ഒരു ഹഗ്ഗിങ് സീൻ പോലും ആ സിനിമയിലില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പം നമ്മൾ ഇപ്പം ഇന്ന് അതിന് കുറേ ആളുകൾ, പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു റിവ്യൂ എടുത്തേക്കുണ്ട്, സജിദ് ഹൃദയത്തിന് പ്രണയത്തിന് 7 സ്റ്റേജുകളൊന്നുമില്ല, പ്രണയത്തിന് 2 സ്റ്റേജേ ഉള്ളൂ,
പ്രണയവും കഴപ്പുമാണ് ആ സീൻ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ബ്രോ, അത് നിങ്ങളുടെ ചിന്താഗതിയാണ്. ആ ഇടുങ്ങി നിന്ന് മാറുക, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വികാരം നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് കാണല്ലേ, മനസ്സിലായില്ലേ? അപ്പം അത് പറയുമ്പോൾ അതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും വലിപ്പത്തിൽ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ പാട്ടുകൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് ഏറ്റവും പ്രകാശ് ലക്സാണ് ഈ സിനിമ 2016 15 സമയത്താണ് പ്രകാശ് ആദ്യമായിട്ട് ഇതിനൊരു ഫോൾഡർ ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ എന്നെ കഴിഞ്ഞ ദിവസം ഇത് കാണിച്ചു തന്നു പുള്ളി. അപ്പോൾ പ്രകാശ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വളരെ എൻ്റെ ഇടിയും മോഹൻലാലിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളുടെ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് ഡിസ്കഷനിലൂടെയാണ് എല്ലാ പാട്ടുകളും ഡെവലപ്പ് ആയത്. അപ്പം ഒരു പോയിന്റിൽ ഇപ്പം നമ്മൾ ഇത്രയും പാട്ടുള്ളതിന് അതിൻ്റെ സ്വഭാവത്തിന്, എൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റൈലിൽ ഇല്ലെങ്കിൽ മ്യൂസിഷ്യൻ എന്ന രീതിയിലുള്ള സ്റ്റൈലിങ്ങിൽ കുറച്ച് വ്യത്യാസം വരണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നു. അത് ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു ബാൻഡുണ്ട്, ബാക്ക് വാട്ടർ ബ്ലൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ ഒരു കൾച്ചർ കാണുന്ന അവിടെ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ലീഡ് ഗിറ്റാറിസ്റ്റാണ് വിമൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വിമൽ നമ്മൾ കുറച്ച് ഒരു 4 പാട്ട് കൊടുക്കാം. അപ്പം വിമൽ കുറച്ച് ആലപ്പുഴ ടെക്സ്ചർ, ഞങ്ങളുടെ സ്ഥലമൊക്കെ അറിയാം വിമലിന്. പിന്നെ കുറച്ചുകൂടി മുസ്ലിം ടെക്സ്ചർ പറയുമ്പോൾ വിമൽ കുറച്ചുകൂടി അതിനകത്ത് ഒരു സൂഫി ഫിലോസഫി ഇല്ലെങ്കിൽ അതൊക്കെ കുറച്ചുകൂടി ഡെപ്തായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ വിമൽ അത് ചെയ്യട്ടെ. കുറച്ച് ഈ പറഞ്ഞ പോലെ ബഹളം വേണമല്ലോ, എന്താ ഈ പറയുന്ന ഇവരുടെ ഫൈറ്റ് ഇല്ലെങ്കിൽ ഇവരുടെ ഇൻട്രോ, അതൊക്കെ ഒരു ബഹളം വേണം. അപ്പോൾ അതെനിക്ക് കുറച്ചുകൂടി സൗണ്ടിങ്, റാപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഒരു ഹിപ്പ് ഹോപ്പ് കൈൻഡ് ഓഫ് മ്യൂസിക് എനിക്കിഷ്ടം നിഹാൽ സാദിഖിനെയാണ്. നിഹാലിൻ്റെ മോഹൻലാൽ എന്ന സിനിമയിൽ പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അവൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ ഇഷ്ടമാണ്. അപ്പം 2-3 പാട്ട് നമ്മൾ അങ്ങോട്ടും പ്ലേസ് ചെയ്തു. എന്നാലും മേജറായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു 8-9 പാട്ട് 8ഓളം പാട്ടുകൾ ചെയ്തിരിക്കുന്ന പ്രകാശാണ്. ഈ സിനിമയിൽ മൊത്തം 16-18 പാട്ടുകളുണ്ട് ഈ സിനിമയിൽ. അപ്പം പാട്ടുകളിലൂടെ നരേറ്റ് ചെയ്യാനുള്ള കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ ഈ ഭയങ്കരമായ പ്രണയരാധ രംഗങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ലിറിക്കലിയാണ് നമ്മൾ അതിനെ ഇപ്പം കാടായ കാടെല്ലാം നീ തന്നെ പൂക്കണം, കടലായ കടലെല്ലാം നീ തന്നെ നിറയണമെന്നാണ് സുഖം എഴുതിയിരിക്കുന്നത്. അപ്പം ഇല്ലെങ്കിൽ മഴ തുള്ളി വീണ് പൂഞ്ചിരിച്ചൊരു പൂ പോലെയാണ് നിൻ്റെ മുഖം. അങ്ങനെ ഒരുപാട് ലിറിക്കലി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുള്ള സിനിമയാണ് കൽബ്. അത്രയും ഞങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞൊരു 7-8 വർഷം ഉണ്ടാക്കിയ ഈ 16 പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഒരു വളരെ പ്രമുഖ റിവ്യൂവർ പറഞ്ഞത് മൂത്രപ്പാട്ടാണ്, മനസ്സിലായില്ലേ? അപ്പം ഇതുപോലുള്ള ഞങ്ങളുണ്ടാക്കിയ ഭയങ്കര മാസ്റ്റർ പീസ് എന്നോ ഇല്ലെങ്കിൽ ഭയങ്കര വലിയ പാട്ടുകളൊന്നുമല്ല പറയുന്നത്. പക്ഷേ എഫേർട്ടുകളെ കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് നല്ല ഭാഷയിൽ വിമർശിക്കാൻ പഠിക്കുക, അതാണ് ഇവിടുത്തെ റിവ്യൂവേഴ്സ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ നായികയുടെ ഇൻട്രോയെ കുറിച്ച് ഞാൻ പറയാം. ഈ മ്യൂസിക്കിൻ്റെ കാര്യം പറയുന്നുണ്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ നായിക വരുന്ന ഓരോ ഇത് ഇൻട്രോയ്ക്ക് ശേഷം പുള്ളിക്കാരത്തി കാണിക്കുന്ന ഓരോ ഫ്രെയിംസ് ഉണ്ടല്ലോ, അത് വരുന്ന സമയത്ത് മ്യൂസിക് പ്ലേസ് ചെയ്തിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ഫ്രാഗ്രൻസ് ഉള്ളൊരു കാറ്റ് നമ്മുടെ അടുത്ത് വരുന്നൊരു ഫീലാണ്. ആ ഇൻട്രോ മൈനെ പിടിക്കാൻ പോകുന്ന ആ ഒരു ഇൻട്രോ മുതൽ നായിക വരുമ്പോഴൊക്കെ ആ ഒരു ഫീൽ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി. അല്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ആ സീക്വൻസ്, അതായത് തുമ്പി കാൽപ്പോയെ കാണുന്ന സീക്വൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് കാൽപ്പോ ഒരു മരത്തിൻ്റെ മുകളിൽ നിൽക്കുവാണ് അല്ലേ, അതായത് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രതലത്തിൽ പേടിച്ച് നിൽക്കുവാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആദ്യമായിട്ട് അവൻ മരത്തിൽ കയറാൻ പറയുമ്പോൾ ഞാൻ കയറാൻ പറഞ്ഞിട്ട് ഇപ്പോൾ വള്ളി പിടിച്ച് മേളിൽ കയറി പേടിച്ച് നിൽക്കുന്ന ഒരു സ്പേസിൽ നമ്മൾക്ക് കാണാത്തൊരു ആ വ്യൂ അങ്ങനെയാണ്, മനസ്സിലായി? അവിടെയാണ് നായകൻ്റെ ഇൻട്രോ. അവിടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഭയങ്കരമായിട്ട് നമ്മുടെ നേരെ ഡയറക്റ്റ് നമ്മുടെ തലച്ചോറോടെ കയറുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ തോട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ കയാക്കിന് പോകാറുണ്ട്, കയാക്ക് അല്ലെങ്കിൽ സർഫിനൊക്കെ ആലപ്പുഴ ബീച്ചിൽ ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കയാക്കിനൊക്കെ ഞങ്ങൾ പോകുമ്പം ഈ ഡോൾഫിൻസിനെയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ആക്ച്വലി പേടി വരും. ആക്ച്വലി ഇത്രയും വലിയൊരു മീനെ പോലൊരു സാധനം നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ അതിങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോവും. അപ്പോൾ ആ കാഴ്ച നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ തോട്ട് അവിടെ പോയത്. അപ്പം അതിനകത്തൊരു പേടിയുണ്ട്, എന്നാൽ ആ കാഴ്ചയിലൊരു ഒരു ബ്യൂട്ടിനെസ്സും ഉണ്ട്. ഇത് രണ്ടും പെട്ടെന്ന് ആ വിഷ്വൽ നമ്മുടെ തലയിലോട്ട് കയറും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്തിരിക്കുന്നത്, മനസ്സിലെ? അതുപോലെ മ്യൂസിക്കലി ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ അതിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. ലിറിക്കലി സുഹൈൽ കോയയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ലിറിക്കുകളായിരുന്നു. നിന്നെ കണ്ടെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞെന്ന്, നിലാവ് പോലെ നല്ല പെണ്ണെന്ന് പറഞ്ഞ പോലെ, ഇല്ലെങ്കിൽ പടച്ചോ നിന്നെ പടച്ചപ്പോൾ, അതെ അതെ അതെ, അങ്ങനെ ഒരുപാട് നല്ല. പിന്നെ അവസാനത്തെ പാട്ട്, അതായത് നീ അതൊക്കെ ഭയങ്കര രസമുള്ള പാട്ടുകൾ നിഹാൽ ചെയ്ത പാട്ടുണ്ട്. ഇപ്പം അതുപോലെ ഈ ആദ്യമായിട്ട് നമ്മുടെ തുമ്പിയെ കാണുന്ന സമയത്ത് കാൽപ്പോടെ ഒരു മൈൻഡ് സെറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ ഒരു സീനിനും എൻ്റെ കഥയ്ക്ക് ഒരു കണക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കാം. കാര്യം വളരെ കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് കയറി ചെന്ന് ആ മൈനെ പിടിക്കുന്നത്
അവൻ്റെ പ്രണയത്തെ തന്നെ പിടിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഡൗൺഫോൾ ഉണ്ടായ സമയത്ത് അവൻ അതിനെ ഇങ്ങനെയാ ചേർത്ത് പിടിച്ചത്. എൻ്റെ ആ കഥയും അത് തന്നെയാണോ പറഞ്ഞു വെക്കുന്നത്? ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് അത് നല്ല തോട്ടമാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻ ഒരു സിനിമ വർക്കാവുമ്പം ഉണ്ടാകുന്നൊരു എല്ലാവർക്കും ഒരു സിനിമയുടെ ഇഷ്ടം തോന്നുമ്പോൾ നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും. പിന്നെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ഭയങ്കര റൈറ്റപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്കതൊക്കെ വായിക്കുമ്പം ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാര്യം ഇപ്പം എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇപ്പം നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല, സൗദ എന്ന ക്യാരക്ടറാണ് എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് കൽബിലെ. കാര്യം ലെനയുടെ ക്യാരക്ടർ, ആ ക്യാരക്ടർ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുള്ളൊരു ക്യാരക്ടറാണ്. മനസ്സിലായില്ലേ? അതായത് പണ്ടൊന്ന് പ്രണയിച്ചതിൻ്റെ പേരിൽ, ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇപ്പം സെയ്ഫുദ്ദീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, സെയ്ഫുദ്ദീൻ്റെ പോലത്തെ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഭയങ്കര മെയിൽ ഷോമനിസ്റ്റ് ആയിട്ടൊരാൾ, അദ്ദേഹം അറിയാതെ വൈഫ് വേറൊരാൾ പോയ വൈഫിനെയാണ് കെട്ടിയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അയാൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാമുകന്മാരായിരിക്കും അല്ലേ? ഒബ്വിയസ്ലി അയാളുടെ ഉള്ളിൻ്റെ ഇന്നർ മൈൻഡിൽ അയാൾ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കാമുകന്മാരായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം കൊച്ചിയിൽ തമ്മനോ എന്ന് പറയുന്ന പോലെ, ആലപ്പുഴയിൽ വട്ടപ്പള്ളി എന്ന് പറയുന്ന പോലെ, ഇല്ലെങ്കിൽ കോഴിക്കോട് പാകിസ്ഥാൻ കോളേജ് എന്ന് പറഞ്ഞ പോലെ, ട്രിവാൻഡ്രത്ത് ചെങ്കച്ചുള എന്ന് പറഞ്ഞ പോലെ ഒരു സിറ്റിയിൽ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രശ്നബാധിത സ്ഥലം. അവിടെ ആരും ബാങ്കിൽ ലോൺ കൊടുക്കില്ല, അവിടെ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടില്ല, അവിടെ പിന്നെ നല്ലൊരു കല്യാണോചന വരില്ല. എന്നാൽ ഞാൻ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി വരുന്ന ഒരാളാണ്, അങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് ജീവിച്ചു വളർന്ന ഒരാളാണ്. അവിടുത്തെ ലൈഫ് ഇവർക്ക് ആർക്കും അറിയില്ല, എന്ത് ബ്യൂട്ടിഫുൾ ആണ്. അവിടെ ഒരു പ്രശ്നം വന്നാൽ അവരെല്ലാം യൂണിറ്റിയാണ്. ഇപ്പോൾ ഡോൾഫിൻ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവർ കൂടെ നിൽക്കും. മനസ്സിലായില്ലേ? ഈ പറയുന്ന അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞ ആളുടെ ഒരു വിഭാഗമാണ് തുമ്പി. അവരുടെ വൈഫിൻ്റെയും കുട്ടിയുടെയും അവസ്ഥ എന്താണ്? ഒരു കൂട്ടിലിയുടെ മടത്തെ പോലെയാണ്. അപ്പം കൽബിൽ ഒരിക്കലും കാസ്റ്റ് ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല ആ സിനിമയിൽ. അത് ക്ലാസ്സാണ്. അപ്പം അയാളെ പോലത്തെ ഒരാൾ നോക്കുമ്പോൾ ഇവന്മാരൊക്കെ ഫ്രോഡുകളാണ്, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ പ്രശ്നക്കാരാണ്. പക്ഷെ അവരുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാണ്. മനസ്സിലായില്ലേ? തുമ്പി ഒരിക്കലും ഇഷ്ടപ്പെടുന്നത് കാൽപ്പോടെ ലുക്കോ സിക്സ് പാക്കോ ഒന്നുമല്ല. തുമ്പി അവരുടെ ലൈഫാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് തുമ്പി പറയുന്നത് നിന്റെ ഡാഡ സൂപ്പറാന്നാണ് പറയുന്നത്, ഇല്ലെങ്കിൽ മരിക്കുന്നതിന് പോലെ പറയുന്നത് നിന്റെ ഡാഡ ഓക്കെ അല്ലടാന്ന് ചോദിക്കുന്നത്. അത് നമ്മൾ പർപ്പസ്ഫുള്ളോടെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കമ്മ്യൂണിറ്റി, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഈ ചേരി പ്രദേശങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ അവരൊക്കെ ഭയങ്കര മോശക്കാരാണെന്ന് കാണിക്കുന്ന ആൾക്കാർ മാറ്റി പറയണം. മനസ്സിലായില്ലേ? അവരുടെയും അടിപൊളി ലൈഫുകളുണ്ട്. മനസ്സിലായി? അതുപോലെ തന്നെ ആൾക്കാർ ഇപ്പുറത്തുമില്ലേ? അപ്പോൾ അത് ഫേസ് ചെയ്യാത്രേ ഉള്ളൂ. അതുപോലെ ഇന്ന് ആലപ്പുഴ നമ്മുടെ സിനിമകളിൽ പൊതുവെ കാണിച്ചിട്ടുള്ളത് മറ്റേ ബാക്ക് വാട്ടേഴ്സ്, ഹൗസ് ബോട്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇങ്ങനൊരു സൈഡ് ആലപ്പുഴയ്ക്ക് ഉണ്ടെന്ന് കാണിച്ചിട്ടുള്ളത് കൽബിലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉറപ്പായിട്ട് ആ സിനിമ പ്ലാൻ ചെയ്യും മുതൽ ഞങ്ങൾ അങ്ങോട്ട് പോത്തില്ല. അത് അപ്പം മനസ്സിലുണ്ട്. ഉറപ്പായിട്ടും അതിന് കാണിക്കാനൊന്നുമില്ല. തമിഴ് സിനിമയായിട്ടും തെലുങ്ക് സിനിമയായിട്ടും അവിടെ കാണിക്കാം. പക്ഷെ ആലപ്പുഴയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കോസ്റ്റൽ ലൈഫ് ഉണ്ട്. പണ്ട് അവിടെ പോട്ടായിരുന്നപ്പോൾ വന്ന ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഗുജറാത്തികളും ബനിയന്മാരും ഇല്ലെങ്കിൽ കോയാമാരും അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റികളുടെ ഇന്നത്തെ അവശേഷിപ്പുകൾ അവിടെ ഉണ്ട്. അവിടെ അവരുടെ ഇന്നത്തെ തലമുറകളുണ്ട്. ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ട്, ജെയിൻ ടെമ്പിൾ ഉണ്ട്, ഡച്ച് സ്ക്വയർ ഉണ്ട്, ഡച്ച് പള്ളിയുണ്ട്, അങ്ങനെ എല്ലാം അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് ഇപ്പോൾ ടൂറിസമാണ്. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സും താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ഫുട്ബോളിംഗ് ഉള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. ഇപ്പോൾ വർക്കല പോലെ ഫോർട്ട് കൊച്ചി പോലെ അതിലേയും ആളുകളോട് ലോങ് സ്റ്റേ അടിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാ വീടുകളിലും ഒരു റൂം അവർ ഹോം സ്റ്റേ ആണ്. അവിടുത്തെ വല്യമ്മമാരും ഇത്താത്തമാരൊക്കെ ഉണ്ടാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ് ഇവർക്ക് വേണ്ടി പിസയും പിന്നെ സാൻഡ്വിച്ചസും എല്ലാം അതൊക്കെ ഇവർക്ക് ഉണ്ടാക്കാനുള്ള എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. ഇടിയപ്പം ചെമ്പിലേക്ക് ഉണ്ടാക്കുന്നത്. മനസ്സിലല്ലേ? അപ്പൊ അവരുടെ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് അതൊക്കെ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പൊ അസുറാത്തെ അവിടെ ഉണ്ട്, സെലിയുണ്ട്, അവിടെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് കൽബ് എന്ന സിനിമയിൽ നിങ്ങൾക്ക് അതിന്റെ ഒറിജിനൽ കട്ട് വേർഷൻ ഒരു 3-3.25 മണിക്കൂറുണ്ട് ആക്ച്വലി. അത്രയും ലൈഫ് പറയുമ്പോൾ പിന്നെ നമ്മളത് ഉറപ്പായിട്ടും തിയേറ്ററിലൊന്നും പുതിയ ആൾക്കാർ സിനിമയൊന്നും അത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കില്ല. അങ്ങനെ ട്രിമ്മിങ് ഇപ്പോൾ 2:24 ഫോർമാഷൻ ആയിരിക്കുന്നത്. നമുക്ക് അതൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പിങ്ങുകളായിട്ട് ഞങ്ങൾ ഇറക്കാനുള്ള പ്ലാനുണ്ട്. അത് എല്ലാവർക്കും ലൈഫുണ്ട്. ഈ പറഞ്ഞ 5 കൂട്ടുകാർക്കുമുള്ള ലൈഫുണ്ട്. അവരുടെ നമുക്കൊരിക്കലും ഈ സിനിമ ട്രിം ചെയ്യുമ്പം കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും ഈ ഫ്രണ്ട്സിൻ്റെയും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്നു പോകുന്ന ആൾക്കാരുടെ ലൈഫ് മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കാൽപ്പോ തുമ്പി എന്നുള്ള ലെവലിൽ തന്നെ പിടിക്കുന്നത് എസ് എ പ്രണയം നോക്കുന്നത്. കാരണം തിയേറ്ററുകൾ ഷോ തരില്ലല്ലോ. ഇപ്പം ഒരു പുതുമുഖങ്ങളുടെ സിനിമയെന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആള് കുറവായിരിക്കും, ആളുകൾ പുൾ ഓഫ് ചെയ്യാൻ പാടായിരിക്കും. പിന്നെ ഇപ്പം തന്നെ ആൾക്കാർ എത്ര മണിക്കൂർ റീൽ ഫോമാറ്റിലൂടെ ആൾക്കാർ മാറി. അപ്പം അത് നോക്കിയാണ് സിനിമ കാണുന്നത്. എത്ര മിനിറ്റ് ഉണ്ട് ഓക്കെ എന്ന് പറഞ്ഞ സിനിമ കാണുന്നത്. അവിടെ നമ്മൾ കുറേ ഫിലിം മേക്കർ കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ല, അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ പൊതുവെ അബോളിഷ്ഡ് ആവേണ്ട ഒരു സമയം ആയില്ലേ? അല്ല, ഇപ്പം അങ്ങനെയല്ല ബ്രോ. ഇപ്പം ആലോചിച്ച് നോക്കി ഇപ്പോൾ ഉള്ള ഫാമിലി, നമ്മൾ സിനിമയിൽ കാണുന്ന ഫാമിലി ഇൻസ്റ്റാ ഫ്രണ്ട്ലി ഫാമിലിയാണ്.
തീർച്ചയായും. ഈ കൽബിൽ ഞാൻ ഇത്ര നല്ലൊരു സിനിമയിൽ ഒരു അച്ഛനെയും അമ്മേനെയും അമ്മൂമ്മയെ കാണിച്ചിട്ട് ഒന്ന് ആലോചിച്ചു എത്ര സിനിമയിൽ കാണിക്കുന്നുണ്ട്. ചുമ്മാ ഒരു പോയിന്റിൽ വന്ന് പോകുന്നതല്ലാതെ, ഇല്ലെങ്കിൽ അപ്പൂപ്പൻ ട്രിപ്പ് പോകാൻ നിൽക്കുക. എൻ്റെ അപ്പൂപ്പൻ ഏതാ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ വരെ പോലും പോവില്ല റിയാലിറ്റിയിൽ, ഇല്ലേ? സിനിമയിൽ നമ്മളെല്ലാം ഈ ഓൺലൈൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ആ ഒരു സക്സസിന് വേണ്ടി, മനസ്സിലായില്ലേ? അപ്പം അത് ഒരു പരിധിവരെ നമ്മൾ ഡാഡയുടെ, സൈഫുദ്ദീൻ്റെ, ഉമ്മയുടെ, ട്രീസയുടെ, അസൂറാത്തയുടെ എല്ലാവരുടെയും ലൈഫ് നമ്മൾ കൽബിൽ പറയാൻ നോക്കിയിട്ടുണ്ട്. അപ്പം അതാണ് ആ സിനിമ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഇത്രയും വലിയ വരവേൽപ്പെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെതിരെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്, അവരോട് ഇത് അവരുടെ കൈൻഡ് ഓഫ് സിനിമ അല്ലായിരിക്കാം, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതുപോലെയൊക്കെ ഇതിൻ്റെ കാസ്റ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാസ്റ്റിംഗ് ആണ് നമ്മുടെ ആഷിഖ് ഖാലിദിൻ്റെ സൈഫുദ്ദീൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഈ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വെറുപ്പ്, അതായത് ഏകട്ടെണ്ണം കൊടുത്തിരുന്നെങ്കിൽ തോന്നി അതാണ് ആക്ച്വലി ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിലോട്ട് എങ്ങനെയാണ് എത്തുന്നത്? അതിന് മുമ്പേ ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത്, ഇത് ഈ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് കൊണ്ടുവരുന്നത്, സൈഫുദ്ദീൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എങ്ങനെയാണ് ഇക്ക ബിൽഡ് ചെയ്യുന്നത്? എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആലപ്പുഴ ഭയങ്കര വലിയൊരു പൊളിറ്റീഷ്യനായിരുന്നു, മുസ്ലിം ലീഗിൻ്റെയൊക്കെ. അപ്പോൾ പള്ളിയിൽ വലിയൊരു സ്ഥാനം വളരെ വർഷങ്ങളായിട്ട് ടേക്ക് ഓവർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു റൂമുണ്ട്, എൻ്റെ വാപ്പയുടെ ഓഫീസ് റൂമുണ്ട്. ഈ ഓഫീസ് റൂമിലാണ് ഒരുമാതിരിപ്പെട്ട ആലപ്പുഴയിലെ പോലീസിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കേസുകളും സെറ്റിൽ ചെയ്യുന്നത്. അത് വിവാഹമോചനങ്ങളാകാം, വഴിത്തർക്കങ്ങളാകാം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആകാം, ഫ്രോഡിങ് ആകാം, അടിപിടിയാകാം, എന്തും ആകാം. അപ്പോൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാകും. എല്ലാവരും അപ്പുറത്ത് എൻ്റെ ഫാദറിൻ്റെ റൂമിൽ ഇവർ രണ്ടു വന്നിരിക്കും. ഇപ്പോൾ ബാധിക്കപ്പെട്ട പെണ്ണുങ്ങൾ നേരെ കിച്ചണിൽ ഉമ്മാരുടെ ഉണ്ടാവും, അവരുടെ ഓപ്പോസിറ്റ് ആൾക്കാർ ഇവിടെ ഡൈനിങ് ഹാളുണ്ടാവും. എന്നിട്ട് ഇവരുടെ വാഗ്ദാനം ഉണ്ടാവും. അവിടെ ഞാൻ ഒരുപാട് സൈഫുദ്ദീന്മാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് സൗദാമാരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സൗദ ഒന്നും കരയത്ത് പോലും ഇല്ല, അടിച്ചു പിടിച്ച് നിൽക്കുന്നത്. അതായത് എനിക്ക് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇപ്പം സൈഫുദ്ദീൻ അവിടെ ഇല്ലെങ്കിൽ കൂടി സൗദിക്ക് അങ്ങനെ കരയാൻ പറ്റില്ല, അത്രയേറെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. കാര്യം അങ്ങനത്തെ ആളാണ് സൈഫുദ്ദീൻ. അപ്പോൾ സൈഫുദ്ദീൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഞാൻ ലൈഫിൽ കുറെ കണ്ടിട്ടുണ്ട്, ഒരുപാട്. എൻ്റെ ഫാമിലിയിൽ ഞാൻ സൈഫുദ്ദീൻ വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്യുമ്പം എനിക്ക് ആഷിഖാടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സൗണ്ടാണ്. ആ സൗണ്ട് പണ്ട് എൻ.എം. വർഗീസ് സാറിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തെ മതി. അപ്പം പല ഓപ്ഷൻസും വന്നു, ഇന്നയാളാകാം, അന്നയാളാകാം. ഞാൻ പറഞ്ഞു എനിക്ക് ഇയാൾ മതി. അപ്പോൾ ഇയാൾ സാധ്യത നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞ അസിസ്റ്റൻസ് ഒക്കെ പറയും, സാധിക അത്ര ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞ അയാൾ മതി, മനസ്സിലായില്ല? അപ്പം ഞാൻ ഇപ്പോൾ വിളിച്ചു പറയും, ഭയങ്കര ഒരു ഫേസാണ് പുള്ളിയുടെ നോട്ടമൊക്കെ. ആള് ഈ സിനിമയിൽ വളരെ ചെറുതാണ്, ഷാജിലൊക്കെ വളരെ ചെറിയ ആളാണ്. പക്ഷെ പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ ഭയങ്കര ജങ്ക് ആളാണ്, ഭയങ്കര ഫങ്കായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം പുള്ളി പക്ഷേ ഭയങ്കര രസമാണ്. പുള്ളിക്ക് മറ്റേ ഈ സാധാരണ സിനിമ പെർഫോമൻസ് അല്ല നമ്മൾ. അപ്പം ഇപ്പം ഒരു ഡയലോഗ് മൊത്തം പഠിക്കുക അങ്ങനൊന്നും അല്ല. വന്നിട്ട് എന്നെ ടീച്ചർ എന്തായി ടീച്ചർ എന്ന് വിളിക്കണം. അപ്പം ഞാൻ പറയും എന്തൊരു അല്ല. അപ്പോൾ ഫസ്റ്റ് ദിവസം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു എൻ്റെ അടുത്ത് പറഞ്ഞ് സഞ്ജയ് എനിക്കൊന്ന് ഇന്നാൻ വേണ്ടി എന്തെങ്കിലും ഒരു മയപ്പെട്ട സീൻ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ മയപ്പെട്ട സീൻ തരാം. ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ വരുമ്പം പോലീസ് സ്റ്റേഷനിൽ ഒരു സിദ്ദീഖയെ പിടിച്ച് കുത്തിയിടിച്ചിട്ട് അടി മോനെ തെറി പറഞ്ഞിട്ടുള്ള ആ ഡയലോഗാ. അപ്പൊ തന്നെ ഇതാണോടോ ചെറിയ സീൻ എന്ന് പറഞ്ഞ് പുള്ളി, ഞാൻ പറയും നിങ്ങൾ ഇതിൽ തുടങ്ങിയാൽ മതി, നിങ്ങളുള്ള ആളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി അത് അടിപൊളിയായിട്ട്, പുള്ളി നല്ല വോയിസ് ആർട്ടിസ്റ്റാണ്, ഇന്റർനാഷണൽ പല ലാംഗ്വേജ് ചെയ്യുന്ന ട്യൂട്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് പുള്ളി ഡബില് അതിന്റെ ഡബിളാക്കും, പെർഫോമൻസിന് ഡബിളാക്കും ഡബില്. പിന്നെ ഈ പറഞ്ഞാൽ അവിടെ സിദ്ദീഖ എന്നൊരു ആക്ടറിന്റെ സപ്പോർട്ടും ഭയങ്കരമാണ്. ഇപ്പം അദ്ദേഹത്തെ പിടിച്ചൊരു പുതിയ ആൾ വന്ന് മതലോട്ട് ചാടി നിർത്തുന്നു, അടിക്കുന്നു. അപ്പം പുള്ളി താന്നു കൊടുക്കുവാണല്ലോ, സിദ്ദീഖ അവിടെ അങ്ങ് ഇരുന്ന് കൊടുക്കുവാണ്. ആ കൊടുത്താണ് പുള്ളി എന്ന ആക്ട്രസും കയറുന്നത്. അപ്പം നമ്മളെ കോൺഫിഡൻസ് ലെവൽ കയറും. ഇപ്പം ലനിച്ചേച്ചി ആണെങ്കിലും, കാരണം ലനിച്ചേച്ചി അടിക്കാമെന്ന് സീൻ പറയുമ്പോൾ പുള്ളി പറയും ഞാൻ അടിക്കില്ല. ഞാൻ പറഞ്ഞ അടിക്ക് ഒരു 2 അടി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞ് അടിച്ചോ. ഞാൻ പറഞ്ഞ എന്നാൽ ഇല്ലെങ്കിലും ആ ഫീൽ വരത്തില്ല. അടി നമ്മൾ എത്ര ഇവിടെ നമ്മൾ ഫേസ് ജസ്റ്റ് വിട്ട് ഈ ലെവലിൽ പോയാൽ മതി. പക്ഷേ ഇവിടെ 2 അടി കൊടുത്തോ കുഴപ്പമില്ല. പക്ഷേ പുള്ളി പറഞ്ഞില്ല എനിക്ക് ഞാൻ അടിക്കില്ല, എനിക്ക് പേടിയാണ്. അവസാനം ലനിച്ച് കൈ പിടിച്ചിട്ടേ ഇങ്ങനെ ഇടിക്കി ഇങ്ങനെ പറഞ്ഞിട്ടാണ് പുള്ളി അത് ചെയ്തത്. അപ്പൊ അത്ര സാധു മനുഷ്യനാണ്. അദ്ദേഹം ഇന്ന് പോലെ എനിക്ക് മെസ്സേജ് അയക്കാം, ആ തന്തേന്റെ കൈ കിട്ടിയ തലയടിച്ച് പൊട്ടിക്കുന്ന കുറെ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അത് കാണുമ്പോൾ ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുക്കും അധികം. അപ്പൊ എന്റെ കൺസേൺ വിളിച്ചിരിക്കുന്നത് സാജിനെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം മാറ്റിയതാണ്. അല്ല അതാണ് നമ്മളിപ്പോ പൊതുവെ ഈ അച്ഛൻ ക്യാരക്ടറൊക്കെ തട്ടത്തിൻ മറയത്ത് പോലുള്ള സിനിമകളിലൊക്കെ ഇതുപോലുള്ള മെയിൽ ഷോൺസ്റ്റുകളെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഭയങ്കര ലൗഡാണ്, ഭയങ്കര അറഗന്റ് ആണ്. ഇയാള് വളരെ സട്ടിലാണ്. എന്നിട്ട് നീയാണ് പറഞ്ഞു കേട്ടെ, ബട്ട് ഈ ആ ഒരു ഡയലോഗിലുണ്ട് ആ ഭീകരത എന്താണെന്നുള്ളത്. അത്
ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തൊരു സാധനമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലായിട്ട് ഞാൻ ഒന്നും കൂടെ തിരിച്ചു വരുവാണ്. ഈ തിയേറ്ററിൽ ഒരു വിജയമായിരുന്നെങ്കിൽ വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ആണ് തിയേറ്ററിനകത്തുള്ളത്. അത് കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി ചാർജ്ഡ് ആയി. അതിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഭീഷ്മപർവമാണ് ബാക്ക് ഡ്രോപ്പിലുള്ളത്. അപ്പോൾ ഈ നമുക്ക് പറഞ്ഞല്ലോ, ഒരു ഫൈറ്റ് സീൻ പോകുന്ന സമയത്ത് ഹീറോ നിൽക്കുമ്പോൾ നമുക്ക് തോന്നണം ഇവനെ ട്രിപ്പ് ഒരു അടി പൊട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. കറക്റ്റ് ആ പ്ലേസിൽ കേൾക്കുന്ന ഡയലോഗ് ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ട് അടി വീഴുന്നു, നമ്മുടെ പാട്ട് തുടങ്ങുന്നു. ആ സീക്വൻസ് ഫുള്ള് ഞാൻ മോനെ അങ്ങനെ ഇരുന്നാണ് കണ്ടത്. ആ ഒരു സീൻ ഷൂട്ട് ചെയ്തതിന്റെ അത് റിയൽ ലൈഫിൽ ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള സംഭവം ഇടികളാണ്, തിയേറ്ററിൽ ഉണ്ടായിട്ടുള്ള ഉറപ്പായിട്ടും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പണ്ട് അങ്ങനെ ഇടി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സെയിം നേരെ പോയി അവർ ടീഷർട്ട് ഊരി കൊണ്ടുപോയി അതിനകത്തൊക്കെ റിയലി സംഭവിച്ചിട്ടുള്ളതാണ് ആലപ്പുഴ പങ്കജ് തിയേറ്ററിൽ വെച്ചിട്ട്. അപ്പം അങ്ങനത്തെ ഇൻസിഡൻസ് ആണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് മൊത്തം. അപ്പം അന്ന് ഞങ്ങളന്ന് പ്ലാൻ ചെയ്ത പാട്ട് ഒരു മാപ്പിളപ്പാട്ടായിരുന്നു അവിടെ നമ്മൾ. അപ്പം ഇത് ഞാൻ പറഞ്ഞു അതിനുശേഷം തല്ലുമാല പോലുള്ള സിനിമകൾ വന്നു. അപ്പം നമുക്കതിനെ അത് ആദ്യം അവർക്ക് ചെയ്യാൻ പറ്റിയ സിനിമ മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്കത് ഇപ്പോൾ പല ആൾക്കാരും അതിൻ്റെ ഒരിക്കലുമില്ല, നമ്മൾ അതിന് മുമ്പേ പ്ലാൻ ചെയ്തതാണ്. കാര്യം തിയേറ്ററിൽ ഫൈറ്റ് ഭയങ്കര രസമാണ്, ഇത്രയും ക്രൗഡാണല്ലോ. അപ്പോൾ തിയേറ്ററിൽ ഉണ്ടാകുന്ന എല്ലാ ഇടികൾക്കും ഒരു പ്രത്യേക ഒരു വേറൊരു വൈബ് ഉണ്ടാവും. അപ്പം അത് വിഷ്വലി ഷൂട്ട് ചെയ്യാനും ഭയങ്കര രസമായിരിക്കും. ആ ഒരു കളർ പാലറ്റിൽ ഇല്ലെങ്കിൽ ഗ്ലിറ്ററിങ് പേർപ്പസൊക്കെ ഉള്ള സ്പേസിൽ ഇത്രയും ആൾക്കാർ ഒരു സ്പേസ് കിടക്കുകയാണല്ലോ, ഓടിക്കളയുന്നു, എല്ലാവരും നോക്കി നിൽക്കുകയാണല്ലോ. അവിടെ ഉണ്ടാകുന്ന ഇടി എന്നൊക്കെ പറഞ്ഞാൽ വൻ അത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസിൽ അങ്ങനെ ഫൈറ്റ് കമ്പോസ് ചെയ്യുന്നത് പറഞ്ഞാൽ നിസ്സാരമില്ല. എസ്പെഷ്യലി ആ ബാൽക്കണിന്ന് താഴേക്ക് വരുന്ന ടിൽറ്റായി വരുന്ന അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? അതൊന്നും ഈ പറഞ്ഞ ഭയങ്കര എക്യുപ്മെന്റ് ഒന്നും ചെയ്തൊന്നുമല്ല. അതെല്ലാം ആ ജിബ് ഓപ്പറേറ്റേഴ്സ്. എൻ്റെ അടുത്ത് ജിബിൽ ചേട്ടൻ എന്ന് പറഞ്ഞ് നമുക്കൊരു റോബോട്ടിക് ഹാൻഡ് എഫക്റ്റ് ഞാൻ ജിബിൽ കാണിച്ചു തരട്ടെ, കാണിച്ചു തന്നെ. അവ പുള്ളി കറക്കിയിട്ട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കൊള്ളാലോ. ഇത് അവ പുള്ളിക്കും ഒരു പ്രൗഡാണ്. കാരണം അത് അവർ എത്രയും എക്യുപ്ഡ് ആണല്ലോ, അവർ ഇത്ര വർഷമായിട്ട് തോളത്തിൽ കൊണ്ടുവന്ന് വെച്ച് ചെയ്യുന്ന ആൾക്കാരല്ലേ അവരെ. അപ്പം ഞാൻ പറയുന്നത് അടിപൊളിയാണല്ലോ, ഇതിങ്ങനെ ചെയ്യാം, അത് ചെയ്യാം, അപ്പം ചെയ്തോ എന്ന് പറഞ്ഞു. പിന്നെ ഷാരോണാണ് ക്യാമറ. അപ്പോൾ അവന് ഞാനോട് ഭയങ്കര സിംഗാണ്. അപ്പോൾ അവൻ വരെ വെടിയുണ്ട തോക്ക് പോലെയാണ് ക്യാമറ അടിച്ച് ആ ഫൈറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ പിന്നെ എനിക്ക് ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സിനിമകളിൽ എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഷാജി സാറിൻ്റെ ഇല്ലെങ്കിൽ അങ്ങനത്തെ പല സിനിമകളും ഞാൻ തിയേറ്ററിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് അങ്ങനത്തെ സിനിമകളാണ്. അപ്പോൾ എൻ്റെ എല്ലാ സിനിമകളും ഞാനൊരു ഫൈറ്റ് ഇമ്പാക്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ സിനിമയിൽ ഇപ്പം എനിക്ക് അങ്ങനൊരു ലൈനോടെ പറയണമെന്നുണ്ട്. കാര്യം അവർക്ക് അങ്ങനൊരു പിന്നെ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ പിള്ളേർക്ക് അങ്ങനെയാണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ അത് ഒരുപാട് കിടിലം സീക്വൻസുകൾ ഇവർ തമ്മിലുണ്ടായിരുന്നു ഈ രണ്ട് ടീമുമായിട്ട്. പിന്നെ അതൊക്കെ എൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്തും പോസ്റ്റ് പിന്നെ ഷൂട്ട് ചെയ്തത് നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാര്യം കൂടുതൽ ഫോക്കസ് ഇൻറ്റു പ്രണയം. കാരണം സമയം ഭയങ്കര പ്രശ്നമാണ്, അത് കാരണം അത് കണക്ട് ചെയ്തു. പക്ഷെ ആ ഫൈറ്റ് എൻ്റെയും വൺ ഓഫ് ദ ഫേവറേറ്റ് കമ്പോസിഷൻ. അതെ 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 നിഹാലിന്റെ ആണ് മ്യൂസിക്. ആ മ്യൂസിക് ഇട്ട് തന്നെയാണ് അത് വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അല്ല, ഞങ്ങൾ ഷൂട്ട് ചെയ്ത് മലർക്കൊടി എന്നുള്ള പാട്ട് വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. ഡെഫ്സിയുടെ പാട്ട്. ഞാൻ ഡെഫ്സി വിളിച്ച് ചോദിച്ചു എനിക്ക് ആ പാട്ടിന്റെ റൈറ്റ്സ് തരാൻ. ഡെഫ്സിയുടെ എല്ലാ റൈറ്റ്സ് പുള്ളി ജസ്റ്റ് റീമേക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ആ പാട്ട് വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ അതുകൂടി പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് തല്ലുമാല ഭയങ്കരമായിട്ട് എവിഡന്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മളത്. പക്ഷേ ഇത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ആ സ്കോർ ഈ ഒരു തമിഴ് പാട്ട് നമുക്ക് ആക്ഷൻ സീക്വൻസുകളെ അടിപൊളിയായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന തമിഴ് പാട്ടുകളുണ്ട്. ലൂസിഫർ ഒക്കെ അതിന്. അതുപോലെ രഞ്ജിത്ത് സജീവിന്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഫൈറ്റ് അടിപൊളിയാണ്. പുള്ളി ഭയങ്കര എനർജിയാണ്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പുള്ളി 3 ദിവസം ഉറങ്ങത്തില്ലെന്ന് തോന്നുന്നു, അത്ര എനർജിയാണ് ഫൈറ്റ്. പിന്നെ നല്ല ബോഡിയും പിന്നെ നല്ല ജമ്പിങ് കേപ്പബിലിറ്റി എല്ലാം ഉണ്ട്. ലാൻഡിങ് എല്ലാം അടിപൊളിയാണ്. പിന്നെ രഞ്ജിത്തിന്റെ ഫൈറ്റ് സിനിമ ഇനി വരാൻ കിടക്കുന്നുള്ളതായിരിക്കും. കാര്യം ആ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഇന്ന് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രഞ്ജിത്തിനെ. ആ ബോഡി ടൈപ്പും അതിൻ്റെ സ്റ്റൈലിങ്ങും ലാൻഡിങ്ങും ഒക്കെ അടിപൊളിയാണ് രഞ്ജിത്തിൻ്റെ. അപ്പോൾ രഞ്ജിത്ത് അങ്ങനത്തെ ഇപ്പോൾ ഈ ബേബി ഡ്രൈവർ പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഇതാണല്ലോ ഫ്യൂച്ചർ. ഇനി വരാൻ പോകുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷനും ചേസും ഒക്കെയുള്ള സിനിമകളാണല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ശരിക്കും ഒരു നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും രഞ്ജിത്ത്. അതുപോലെയൊക്കെ ഇനിഷ്യലി ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് രഞ്ജിത്ത് സജീവ് എന്ന് പറയുന്ന ഒരു നടൻ ഇല്ലല്ലോ 2016. അപ്പോൾ അദ്ദേഹം മൈക്ക് ചെയ്തു, ഇപ്പം ഗോളമൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ ഗോളത്തിനൊക്കെ നല്ല രീതിയിൽ അപ്രിസിയേഷൻ കിട്ടി. ആസ് ആൻ ആക്ടർ ഓരോ ദിവസവും അദ്ദേഹം നല്ല രീതിയിൽ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. ഭാവിയിൽ അടിപൊളിയായിട്ട് ഇപ്പം വലിയ സ്റ്റാർ മെറ്റീരിയലായി മാറാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു നടനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആളുടെ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് മാത്രമുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ഓരോ സീൻസിലും? അല്ല, എനിക്ക് ഭയങ്കര, കാരണം രഞ്ജിത്ത് അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം അദ്ദേഹത്തെ കുറിച്ച് നെപ്പോക്കിഡിൽ ഇങ്ങനെ ഭയങ്കര അങ്ങനെ കുറേ ഇന്റർവ്യൂ ബ്രോ
അത്രമേ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ സിനിമയിൽ വരാൻ വേണ്ടി. അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാം, ഇത്രയും ഹോട്ടൽ ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യാം. പക്ഷെ അത് ആ വെയിലും കൊണ്ട് രാവിലെ ഉറങ്ങാതെ ഞങ്ങൾ പറയുന്ന കാട്ടിലും വെള്ളത്തിനടിയിലും എല്ലാം പുള്ളി വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് അയാളുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാളെപ്പോൾ ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആളോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷം അത് പറയാം. കാര്യം ആ സ്ക്രിപ്റ്റ്, പുള്ളി ദുബായിൽ വളർന്ന ഒരു പയ്യനാണ്, പുള്ളിക്ക് മലയാളം പ്രോപ്പർട്ട് വായിക്കാറെന്ന് എനിക്കറിയില്ല. അയാൾ ആ സ്ക്രിപ്റ്റ് മൊത്തം കാണാതെ പഠിച്ചിരിക്കുക, അതിൻ്റെ ഡയലോഗ്സുകൾ മൊത്തം. അത് തന്നെ ഒരു കോൺഫിഡൻ്റാണ്. അപ്പോൾ എവിടെയും അവിടെ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. പിന്നെ ആ ഇമോഷനിൽ അത് പറയിപ്പിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന പുള്ളിക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ആലപ്പുഴ പോലത്തെ വളരെ ചെറിയൊരു സ്ലം ഏരിയയിലാണ് പുള്ളി കൊണ്ട് ഞങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ പോലും അയാൾക്കറിയാവുന്ന ഒരാൾ, ഇപ്പം ഞാനൊക്കെ ഡെയിലി കാണുന്ന ആൾക്കാർ ഇവരെല്ലാവരും, മനസ്സിലായി. ഇതൊന്നും അവരാരാണോ, എന്താണ്, അവരെങ്ങനെ ബിഹേവ് ചെയ്യുക, എങ്ങനെ സംസാരിക്കും, അതൊന്നും അറിയില്ല, മനസ്സിലായില്ല. പക്ഷെ അപ്പോൾ അയാളൊക്കെ വളരെ വളരെ അടിപൊളിയായിട്ട് അതൊക്കെ പുള്ളി ക്യാപ്ചർ ചെയ്യും. ആ ഇമോഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്, ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിന് മേലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വളരെ പരിചിതമായ ഒരുപാട് മുഖങ്ങൾ ഞാൻ ഈ സിനിമയിൽ അവരെ കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് അവരുടെ പെർഫോമൻസസ് കണ്ട് വിളിച്ചതാണോ അതോ പ്രോപ്പർലി ഒരു ഓഡീഷനൊക്കെ വെച്ച് ആ രീതിയിൽ? അല്ലല്ല, എനിക്ക് അവരുടെ പെർഫോമൻസ് ഇപ്പം കാർത്തിക് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറും ഇപ്പം കുറെ ട്രിമ്മായി പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാർത്തിക് എപ്പോഴും കാൽപ്പോയുടെ കൂടെ എന്തിനും കാൽപ്പോയടാ വേണ്ട എന്ന് പറഞ്ഞ് എപ്പോഴും പിടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അത് ചെയ്യേണ്ട, അതാണ് ക്ലിക്കോ എന്നുള്ള കാർത്തിക് ചെയ്ത ക്യാരക്ടർ. അപ്പോൾ അതിനകത്ത് കുറേ സീക്വൻസ് പോയത് കാരണം നിങ്ങൾക്ക് അത്രയും ഡീൽ കിട്ടില്ല. ഇപ്പം എന്ത് പ്രശ്നത്തിനും കൊണ്ടിടുന്നതാണ് ട്രൈമോ എന്ന് പറഞ്ഞാൽ തലവേദനയുടെ ഗുളികയാണ്. ഇവൻ തലവേദനയാണ്, അവനപ്പോൾ എല്ലാ പ്രശ്നങ്ങളും വള്ളിയും പിടിച്ചുകൊണ്ട് വരും, മനസ്സിലായില്ലേ. അപ്പൊ അതൊക്കെ പോണ്ടെന്ന് പറയുന്നത് ഏതാ പ്ലിക്കോ ആണ്. മറ്റേ ചാവാന്ന് പറഞ്ഞാൽ ചെറിയ ചതികനും വഞ്ചനും, അവൻ എപ്പോഴും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, എല്ലാ ഞങ്ങളും എടുത്തും കാണും, മനസ്സിലായില്ലേ. ജമൈക്ക എന്ന് പറഞ്ഞാൽ മറ്റേ കുറച്ച് ബ്ലാക്ക് മറ്റേ ഒരു ബുഷിങ് ഹെയർ ഒക്കെ ആയിട്ട് ഈ ഫോറിനേഴ്സ് ഏറ്റവും കൂടുതൽ വളയുന്ന അയാളാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ കുറെ സീക്വൻസ് ഉള്ള സിനിമയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ അതിന്റെ സമയത്തിന്റെ ഇഷ്യൂ, പിന്നെ ഇത് ലെങ്തി ഡയലോഗ് സീക്വൻസുകൾ കുറേ ഉണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റിയത് അവരുടെ ക്യാരക്ടേഴ്സിനെയാണ്. അത് കാരണമാണ് അത്രയും ട്രിം ആയിരിക്കുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ സിനിമയെ ഞാൻ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ നല്ല ക്രാഫ്റ്റുള്ള മനോഹരമായി ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ഒരു ആർട്ടിസ്റ്റ് വലിയൊരു ക്യാൻവാസിൽ വരച്ചിട്ട പടങ്ങളുടെ ഒരു കമ്പൈലേഷനാണ് കൽബ് എന്ന് ഞാൻ പറയും. കാര്യം അതിൽ ഓരോ ഫ്രെയിമും കണ്ടറിയാം ഇക്ക എത്രമാത്രം ആസ്വദിച്ചാണ് അത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ 7 നിറങ്ങളായിട്ട് പ്രണയത്തെ പറയുക, പ്രണയത്തെ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് പോർട്രേ ചെയ്യുക, അങ്ങനെ പറയാൻ പറ്റുകയാണെങ്കിൽ അസാധ്യ ഒരു കാമുകനായിരിക്കണം എന്ന് പറയുന്ന ആള് ഇക്ക. അങ്ങനെ എങ്ങനെയാണ് പ്രണയത്തെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രണയത്തിലൂടെ ലോകത്തെ? എനിക്ക് പ്രണയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ ലൈഫിൽ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇഷ്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും എൻ്റെ ഇഷ്ടം തിരിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രണയ ഇമോഷൻസും ഈ സിനിമയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഷാരോൺ ശ്രീനിവാസ് ഇതിൻ്റെ ക്യാമറാമാൻ, ഇപ്പം ED എന്നുള്ള സിനിമ ഷാരോണാണ് ചെയ്യുന്നത്, പല്ലുട്ടി ഷാരോണാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഷാരോണെ പോലത്തെ ഒരു മിടുക്കനായ ക്യാമറാമാൻ്റെ കേപ്പബിലിറ്റി അത് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ അനീഷ് നാടോടിയും പിന്നെ വേറൊരു പുള്ളിയാണ് ഇതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത്. അവർ രണ്ടുപേരും ഞാൻ പറഞ്ഞതിൽ മേലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 3 ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, അവർ ഇതിൻ്റെ അസിസ്റ്റൻസ് സുഹൈൽ, ഇതിൻ്റെ കോറൈറ്റർ ലിറിക് സിസ്റ്റം, ഇവരെല്ലാവരുടെയും സപ്പോർട്ടാണ്. പിന്നെ അത് മാത്രമല്ല, പുതുമുകൾ വെച്ച് ഇത്രയും ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന എല്ലാ എക്യുപ്മെൻസും, ഞാൻ ചോദിക്കുന്ന എല്ലാ ആർട്ട് പ്രോപ്പർട്ടിയും, കാര്യം ഒരു സിനിമ തിയേറ്ററിൽ ഒരു വലിയ ബിഗ് സ്ക്രീനിൽ കാണാവുന്ന സ്റ്റൈലാണ് സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഭയങ്കര വൈറ്റ് ഫ്രെയിമുകളും അതിനുള്ള ആർട്ട് പ്രോപ്പർട്ടികളും ഫില്ലിങ്ങുകളും വണ്ടികളും അത് ഉപയോഗിക്കുന്ന എല്ലാ വണ്ടികളും നോക്കിക്കോളൂ, എല്ലാം നമ്മൾ ഒരു ഡിഫറൻസ് ഉള്ള വണ്ടിയാണ് അത് ഉപയോഗിക്കുന്ന എല്ലാം, മനസ്സിലായി. ഇതൊരു കാണാത്ത വണ്ടിയുടെ ആൾക്കാർ 10 പ്രാവശ്യം നോക്കും. ഞാൻ എപ്പോഴും നോക്കുന്ന അങ്ങനെയാണ് പല സിനിമയിൽ. ഇപ്പോൾ ജോണി വാക്കറിൽ മമ്മൂക്ക RD350 വരുന്ന കാണുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. എൻ്റെ അമ്മേ, ലാൽ സാറ്, റഹ്മാൻ സാർ, ഇവരൊക്കെ പണ്ട് RD350 യൂസ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് RD. എൻ്റെ വണ്ടിയുണ്ട്, അതാണ് സിദ്ദിഖ് ഉപയോഗിക്കുന്നത്. അതെ, അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അണ്ടർലൈനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫ്രെയിംസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ, ഈ ഒരു പക്ഷി ഒരു ആയുഷ്കാലം മുഴുവൻ പറഞ്ഞാലും തണൽ പറ്റാത്തൊരു മരമുണ്ട്. ആ എനിക്ക് സ്റ്റാർട്ടിങ് ഫ്രെയിം കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഫ്രെയിം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാര്യം നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിൽ ചെന്ന് ആ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്കടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനമായിരിക്കും. സ്വർഗം കാണിക്കണമെന്നാണ്, സ്വർഗമാണല്ലോ. അപ്പം സ്വർഗം, അതായത് ശുദ്രാംശിന്റെ അടുത്ത് അവള് വെയിറ്റ് ചെയ്യുന്ന കാണിക്കണം, മനസ്സിലായില്ലേ. അപ്പം അത് ആദ്യം പ്ലാൻ ചെയ്ത് ഫുള്ള് അണ്ടർ വാട്ടറിൽ നമ്മളങ്ങനെ ഒരു സാധനം സൃഷ്ടിക്കാം എന്നുള്ളതായിരുന്നു, വെള്ളത്തിൻ്റെ അടിയിൽ സുധരാവൃക്ഷം.
അപ്പം അതിൻ്റെ സെറ്റപ്പ് ചെയ്ത് അപ്പം അതിൻ്റെ കോസ്റ്റ് നമ്മൾ ഈ 2018 എടുത്ത ആൾക്കാരുടെ അണ്ടർ വാട്ടർ ചെയ്ത ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം അത്രയും ബെയർ ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് ബൊളീവിയയിൽ ഒരു മിറർ ഓഫ് സ്കൈ എന്നൊരു സ്ഥലമുണ്ട്. അത് ശരിക്കും സ്വർഗ്ഗമാണ്, അതായത് ഒരു ഉപ്പളമാണ്. അപ്പം മേളിൽ സ്കൈയും അതിൻ്റെ നേരെ അപ്പം അവിടെ അപ്പം എൻ്റെ ഞാൻ വിജയഭായ് ഇതേപോലെ അവിടെ ഷൂട്ട് ചെയ്താൽ നല്ലതായിരിക്കും, നമുക്ക് ചെറിയ ക്രൂ ആയിട്ട് ബൊളീവിയയിൽ പോകാം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ കുറച്ചൊക്കെ അന്വേഷിച്ചു. ഒരു ബ്ലോഗർ പോയപ്പോൾ ബ്ലോഗറെ വിളിച്ചു. പിന്നെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള അഭിനന്ദൻ എന്ന് പറഞ്ഞ ക്യാമറമാൻ ആമേൻ്റെ പുള്ളി അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സൈഡിൽ അവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ക്യാമറാസൊക്കെ പട്ടേന്ന് എന്താവും ഇതായി പോകും. അതുകൊണ്ട് ഈ ഷൂട്ട് എനിക്ക് ഭയങ്കര അന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വിജയ് പറഞ്ഞ് മൊത്തം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പടം കണ്ടിട്ട് ഞാൻ തീരുമാനിക്കാം ഏതാ അവിടെ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ആ കോൺഫറൻസ് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഓപ്പൺ ഉണ്ട്. ആ സമയത്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായ ഷിബു ചേട്ടൻ എൻ്റെ മൊബൈലിൽ കൊണ്ടുവന്ന് ഇത് രാജസ്ഥാൻ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഗുജറാത്തിൽ ഇങ്ങനത്തെ സ്ഥലമുണ്ടോ ഒരു സ്ഥലം കാണിക്കുന്നത്. ആണിപ്പോൾ ഞാൻ ഒന്ന് കൊള്ളാലോ, എനിക്ക് ഈ സ്ഥലം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പം പടം ഷൂട്ട് ചെയ്തിട്ട് ഈ പാട്ട് മാത്രമേ ബാലൻസ് ഉള്ളൂ. ഞാൻ നേരെ രാജസ്ഥാനിൽ പോയി. അവിടെ പോയി ഞങ്ങളിപ്പോൾ ഒരു ബ്ലോക്ക് വെച്ചാൽ ഓക്കെയാണ്, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലോട്ടൊക്കെ പ്രശ്നമാണ്, നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓരോ ബ്ലോക്ക് ഫ്രെയിം വെച്ചിട്ട് അവിടെ മൊത്തം ക്ലീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ ഷൂട്ട് ചെയ്യാൻ ഒരു തോട്ടിലേക്ക് വന്നു. പിന്നെ നമുക്ക് കൺഫേം അവിടെ തന്നെ ചെയ്യാം, അവിടെ സംഭവിച്ചു. പക്ഷെ അത് ടോട്ടാലിറ്റിയിൽ പടത്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പം ആളുകൾക്ക് ആ ഒരു സ്വർഗം തന്നെ ഫീൽ ചെയ്യാൻ പറ്റിയ അവിടെ നമ്മുടെ കോസ്റ്റ്യൂം സൈഡിൽ സമീറ സനീഷ് ആണെങ്കിലും ഇല്ലെങ്കിൽ കാൽപ്പോ തുമ്പിയുടെ സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ. പിന്നെ പ്രകാശിൻ്റെ മാജിക്കൽ വോയിസും സുഹേലിൻ്റെ മാജിക്കൽ ലിറിക്സ് എല്ലാം ആയപ്പം നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടി. അതൊരു അതാണ് അതിൻ്റെ ഒരു കഥ. ഓക്കെ, അതുപോലെയൊക്കെ ഈ സിനിമ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമല്ലോ. ബേസിക്കലി നമ്മളിപ്പോൾ റൊമാൻറ്റിക് ട്രാജഡി എടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യം അത് നമ്മൾ പറയുന്ന രീതിയല്ല കൺവേ ആകുന്നെങ്കിലും നല്ല രീതിയിൽ പാളിപ്പോകാൻ സാധ്യതയുണ്ട് പലപ്പോഴും. പക്ഷേ ഇത് കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. തുടക്കം മുതൽ ഒരു പോയിന്റ് വരെ കാണുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു ജാങ്കോ പടം, ഈ തല്ലുമാല വൈബിലൊക്കെ ഉള്ള ഒരു സിനിമയാണെന്ന് നമുക്ക് തോന്നും. അത് കഴിഞ്ഞിട്ട് സിനിമയുടെ ഒരു പോക്കുണ്ട്, അവിടെയാണ് സിനിമ നിൽക്കുന്നത്. അപ്പം അത്തരത്തിൽ ഇങ്ങനെ എലിവേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം റൈറ്റിംഗ് സ്റ്റേജ് മുതൽ സുഹൈൽ കോയായിട്ട് ഡിസ്കഷനിൽ. അതിൻ്റെ അപ്പുറം ഇപ്പം ഇത് പല ആൾക്കാരും പറഞ്ഞേക്കും ഫസ്റ്റ് ഹാഫ് അല്ല സെക്കൻഡ് ഹാഫ് ആണ്. ബ്രോ, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് രണ്ട് സിനിമയല്ലോ. നമ്മൾ ഈ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിക്കാനുള്ള ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു വളർച്ചയാണ് ഫസ്റ്റ് ഹാഫ്, മനസ്സിലായി? ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഈ സിനിമ ഫോർ എക്സാമ്പിൾ ദുൽഖറോ അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരെ തുമ്പിയെ ലാൻഡ് ചെയ്യിപ്പിച്ചാൽ മതി. ഏതാ എന്നിട്ട് പ്രണയം തുടങ്ങാം, അവിടെ പടം തുടങ്ങാം. പക്ഷെ പുതിയ ആൾക്കാരാകുമ്പോൾ ഇവരാരാണ്, ഇവരുടെ പേരെന്താണ്, ഇവരും സായിപ്പ് ആരാണ്, ഇല്ലെങ്കിൽ സായിപ്പിൻ്റെ വൈഫ് എവിടെയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടി വരും. അറിയാത്ത ആൾക്കാരാണല്ലോ. അപ്പം അത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് പോരിക്കുന്നതാണ്. ഇൻ്റർവെല്ലിന് ശേഷം നമ്മൾ നേരെ പടത്തേക്ക്, കാരണം അവിടെയാണ് പ്രണയം സംഭവിക്കുന്നത്, മനസ്സിലായില്ലേ? മൂന്നാമത്തെ സ്റ്റേജ് ആയിക്കഴിഞ്ഞ് 4, 5, 6, 7 സ്റ്റേജാണ് സെക്കൻഡ് ഹാഫ് പറയുന്നത്. അത് മൊത്തം ഹാപ്പനിങ്സ് ആണ്. ഫസ്റ്റ് ഹാഫ്സിൽ നമ്മൾ കാൽപ്പോ ആരാണ്, ഇല്ലെങ്കിൽ സായിപ്പ് ആരാണ്, തുമ്പി ആരാണ്, തുമ്പിയുടെ വാപ്പ ആരാണ്, തുമ്പിയുടെ ഉമ്മ ആരാണ് എന്ന ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലാണ് ഇവരെ കൂടി എന്ത് പ്രശ്നത്തിലോട്ടാണ് പോകാൻ പോകുന്നത്, ഇല്ല ഇവർ എന്താണ് ഇവരുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നം എന്നാണ് സെക്കൻഡ് ഹാഫ്. അപ്പം ഈ പല ആൾക്കാരും ഈ സിനിമയെ കണ്ടിട്ട് ഇൻ്റർവെൽ പോയിന്റ് ഇറങ്ങിയിട്ട് ആ ഫസ്റ്റ് ഹാഫ് പോരാ എന്നൊക്കെ പറയുമ്പോൾ ഇല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ആണ് വെയിറ്റിംഗ്, ഇല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് സൂപ്പർ. ബ്രോ, ഒരു സിനിമയുടെ 2 പാർട്ടായിട്ട് കാണിക്കുന്നത് രണ്ട് സിനിമയല്ല എന്നുള്ളത് ഈ പറയുന്ന റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ആലോചിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എഴുതുമ്പോഴേ അങ്ങനെ ഒരു ഉറപ്പായിട്ടും 2016, 2020 2020 ഇന്നൊന്ന് റിവൈവ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇത്രയും കാലം എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം ഇഷ്ടത്തോടെ ചെയ്തൊരു സിനിമയാണ് അത്. നമ്മൾ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് വിചാരിക്കുന്ന രീതിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. അല്ല, ഇപ്പം ഈ സിനിമ ആദ്യം നമ്മൾ ദുൽഖറിനോട് പറയുന്നു, ദുൽഖർ ഓക്കെ അടിക്കുന്നു. പിന്നെ എന്തുകൊണ്ടോ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആ സിനിമ ഇല്ലെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത് ഷെയ്നോട് പറയുന്നു, ഷെയ്ൻ ഓക്കെ പറയുന്നു. ഷെയ്ന് വേണ്ടി ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ക്യാമറമാൻ 6ാമത്തെ നിലയിൽ നിന്ന് ലിഫ്റ്റിൻ്റെ ഹോൾ വഴി താഴെ പോകുന്നു. അയാളുടെ കാലും കൈയും എല്ലാം മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആവുന്നു, ഹോസ്പിറ്റലാവുന്നു. സോണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആസിഫിന് ടിക്കറ്റ് ആക്കണ ക്യാമറമാൻ. അങ്ങനെ അതിനുശേഷം ഷെയ്നോട് തുടങ്ങാൻ പോകുമ്പോൾ ഷെയ്ൻ മറ്റേ അസോസിയേഷൻ ഇഷ്യൂവിൽ പെടുന്നു. അസോസിയേഷൻ ഈ സിനിമ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അതിനുശേഷം അതൊക്കെ സോർട്ടായി തുടങ്ങാൻ പോകുമ്പോൾ കൊറോണ വരുന്നു. കൊറോണ വന്ന ശേഷം നമ്മൾ അതാലോചിക്കുക, ആസ് എ കരിയർ എൻ്റെ ഒരു 4-5 വർഷമാണ് പോകുന്നത്. ഇവിടെ ഒരു വർഷം 3-4 സിനിമ ഇങ്ങനെ ഡാറ്റാസ് നടക്കുക, 2 സിനിമ നമ്മൾ ഈ സിനിമയുടെ പുറകെ നടക്കുക. അപ്പം കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു സിനിമ നടക്കേണ്ട സമയത്ത് നടന്നില്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുമല്ലോ.
അങ്ങനെ അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമ്മൾ നല്ല ബന്ധമുണ്ട്, നമുക്ക് വേറൊരു പരിപാടി ഇൻഷാല്ലാ ചെയ്യാൻ പറ്റും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൈ കൊടുത്ത് പിരിഞ്ഞു, മനസ്സിലായില്ലേ. അവിടെ ഞാൻ ഈ സിനിമ വേണ്ടെന്ന് വെച്ചു. ഏതാ സിനിമ മാത്രമല്ല സിനിമയെ ചെയ്യണമെന്ന് വിചാരിച്ചു, മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ലിറ്ററലി എന്തിനാ നമ്മൾ ഇത്രയും നടക്കണ്ടേ. അപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് കാശുകൾ നമ്മൾ കടബാധ്യതയിലേക്ക് വന്നു തുടങ്ങി, മനസ്സിലായില്ലേ. കാരണം ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട കാശായിട്ട് മാറി. കാര്യം ഇപ്പോൾ ഷെയ്ൻ കൊടുത്ത അഡ്വാൻസ് ആണെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ടി പാട്ടിൽ ഷൂട്ട് ചെയ്ത സംഭവങ്ങളാണെങ്കിലും ഇതിൻ്റെ ആർട്ടിസ്റ്റുകൾക്കെല്ലാം കൊടുത്ത ടെക്നീഷ്യൻസ് കൊടുത്ത അഡ്വാൻസ് ആണെങ്കിലും എല്ലാം ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ പോയ സമയത്ത് ഈ സിനിമ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പ്ലാൻ സമയത്താണ് വിജയ് ബായ് വഴി ഇങ്ങനൊരു ഈ രഞ്ജിത്തിൻ്റെ ഫാമിലിയെ പരിചയപ്പെടുന്നതും അവർക്ക് കഥ പറയുന്നതും. അപ്പോൾ അവർക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇപ്പോഴും ഡേറ്റ് ഇപ്പം എന്താ പുള്ളി വേറെ പടങ്ങൾ ചെയ്യാൻ നിൽക്കുമായിരുന്നു. കഥ കേട്ടതിനെ പോലെ നമുക്ക് ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു. അതൊക്കെ എൻ്റെ സക്സസ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതിനുശേഷം പിന്നെ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, എല്ലാം എന്നിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ സിനിമയിൽ റൈറ്റായിട്ട് അഭിനയിക്കേണ്ടത് തുമ്പിയായിട്ട് ആരാണ്, നെസ്റ്റിനും കാൽപ്പമായിട്ട് രഞ്ജിത്തുമാണ്. അതായത് എൻ്റെ വിധി. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ആ വിധി അവരുടെ ലൈഫിലും ഇതുപോലുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ കാണാത്ത ഒരുപാട് മുഖങ്ങൾക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല നാളെ രഞ്ജിത്തിനെയോ നേഹയോ ഈ സിനിമയിൽ അഭിനയിച്ച ആരെങ്കിലും വെച്ച് ഒരു ഡയറക്ടറിന് ഒരു സിനിമ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഈ സിനിമയുടെ വിജയം എന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ 1000 കോടിയോ 100 കോടിയോ ഒന്നുമല്ല സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഈ സിനിമയെക്കുറിച്ച് മോശം പറയുന്ന ആൾക്കാർ, ഈ സിനിമയെക്കുറിച്ച് മോശം റിവ്യൂ ഇട്ട ആൾക്കാർ, അവിടെ നിൽക്കൊരു പരിഭവമില്ല. പക്ഷേ അവരുടെ ആരെങ്കിലും, അവരുടെ ചേട്ടനോ അനിയനോ അവരുടെ ബന്ധപ്പെട്ടവരോ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ചാൻസാണ് അവരുടെ ഇല്ലാണ്ടാണെന്ന് വിചാരിക്കുക. അവർക്ക് തന്നെ അത് ബാധിക്കപ്പെടും, മനസ്സിലായില്ലേ. കാര്യം ഇനി വിജയ് ബാബുവിനെ പോലത്തെ ഫ്രൈഡേ ഫിലിം ഹൗസ് ഇത് ഇത്രയും പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഇങ്ങനെ സിനിമ ചെയ്യുമോ? അതൊരു മോശം സിനിമ ആയതുകൊണ്ടല്ലോ, അതിപ്പോൾ തെളിഞ്ഞല്ലോ, മനസ്സിലായില്ലേ. അപ്പം ഇതുപോലുള്ള നിങ്ങൾക്ക് കേവലം യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ റീച്ച് കിട്ടാനോ നിങ്ങൾ കാണിക്കുന്നൊരു കോമാളിത്തരം കാരണം ഇല്ലാണ്ടാകുന്നത് കുറേ ആൾക്കാരുടെ ലൈഫാണ്, മനസ്സിലായില്ലേ. കാരണം ഈ കൽബ് എന്ന സിനിമ ഇറങ്ങിയ 10 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആസ് എ ഡയറക്ടർ എനിക്കൊരു ആർട്ടിസ്റ്റിൻ്റെ കോൾ ഇങ്ങോട്ട് കിട്ടാൻ, ഒരു പടം ചെയ്താലോ എന്ന് പറയാൻ. അത് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പും ഉള്ളൊരു കമ്പനി ഓൺ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, എഡിറ്റേഴ്സ്, സിനിമാ പ്രാന്തൻ, ഞങ്ങൾക്ക് അത്രയും പേജുകൾ, 10 മില്യൺ ഫോളോവേഴ്സ്, ഇതൊക്കെ ഉണ്ട്. എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ സാധാരണ കഷ്ടപ്പെട്ട് ഇവിടെ ഡയറക്റ്റ് ചെയ്യാൻ വരുന്ന ഡയറക്ടറും ഇല്ലെങ്കിൽ പലിശക്കെടുത്ത്, ഇല്ലെങ്കിൽ വിജയ് ബായിനെ പോലത്തെ ഒരാൾക്ക് പറ്റിയില്ല. പലിശക്കെടുത്ത് കഷ്ടപ്പെടുന്നൊരു പ്രൊഡ്യൂസറിൻ്റെ സിനിമയും എങ്ങനെ നിൽക്കും? ഈ ഇൻഡസ്ട്രി എങ്ങനെ വളരും? കുറച്ച് ഇപ്പം അന്യഭാഷ നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്ന അന്യഭാഷാ ചിത്രങ്ങളുടെ റീമേക്കുകളോടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് അതിൻ്റെ സാധനങ്ങളൊന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ്? അത് റൈറ്റ് ആയിട്ടുള്ള ആൾ എത്തുന്നില്ല. അപ്പം ഞാൻ ഈ റിവ്യൂ പറഞ്ഞിട്ടും കളിയാക്കുന്നവരോടും പറയേണ്ടത്, മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, പക്ഷെ അത് പറയുന്ന ഭാഷ, അത് പറയുന്ന രീതി, ഇപ്പം ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെടാത്തതും പറഞ്ഞു, മനസ്സിലായേ. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ഇപ്പം ലെൻസ്മാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭയങ്കര വലിയ റിവ്യൂ എന്ന് സ്വയം വിശ്വസിപ്പിക്കുന്ന ഒരാൾ, മനസ്സിലായില്ലേ. എന്നെ സംബന്ധിച്ചാൽ അയാൾക്ക് എന്ത് ബോധ സിനിമകൾ എനിക്കറിയില്ല, മനസ്സിലായില്ലേ. അയാൾ കൽബിനെ കുറിച്ച് റിവ്യൂ ഇട്ടുണ്ടായിരുന്നു, ഈ സിനിമ മോശമാണ്, മറിച്ചാണ്. ഓക്കെ, സന്തോഷം. ഈ സിനിമ മോശമാണ്, ഈ സിനിമ ഡയറക്ഷൻ കൊള്ളില്ല, ക്യാമറ കൊള്ളില്ല, മ്യൂസിക്, എല്ലാം സന്തോഷം. അതിനകത്ത് പുള്ളി എഴുതിയിരിക്കുന്നത്, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിലെ 3 പിള്ളേരെന്ന് പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, ടിക്കറ്റ് എടുത്തവന്മാരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക, എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. എന്തിനാണ് അയാളെപ്പോൾ റിവ്യൂ അങ്ങനെ എഴുതുന്നത്? അയാൾ പറഞ്ഞോട്ടെ ഈ സിനിമയുടെ ടെക്നിക്കലി കൊള്ളില്ല, അത് പറയട്ടെ. ഇത് പർപ്പസ്ഫുൾ ഒരു ഡീഗ്രേഡിങ് ആണ്, മനസ്സിലായില്ലേ. ഇയാളെപ്പോലത്തുള്ള ആളുകളെ ജനം തിരിച്ചറിയുക, ഇയാളെപ്പോലെ ആളുകളെ റിജക്റ്റ് ചെയ്യുക, ഇതുപോലത്തെ ആളുകളുടെ പ്ലാറ്റ്ഫോമുകൾ തലക്കത്ത് വെച്ചാണ്ടിരിക്കുക, മനസ്സിലായില്ലേ. അത് എന്നാലേ ഈ സിനിമ വളരത്തുള്ളൂ, മനസ്സിലായില്ലേ. അയാൾക്ക് ഇഷ്ടപ്പെടുന്ന മാത്രമാണ് സിനിമ എന്ന് വിശ്വസിക്കരുത്. സിനിമ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് കൈയടിക്കുമ്പോഴാണ് ബ്ലോക്ക് ബസ്റ്റർ ആകുന്നത്, മനസ്സിലായില്ലേ. ഒരു ആർട്ട് ഫോമിനും 100% ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. സിനിമ നമ്മൾ ചെയ്ത എഫേർട്ട് കറക്റ്റാണെങ്കിൽ അത് കറക്റ്റായിട്ടൊന്ന് ലാൻഡ് ആവും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൽബ് എന്ന പേരിൽ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിൽ കാണുന്ന, ഇത് ആരാന്നൊന്നും എനിക്കറിയില്ല, ഇവരുടെ റീൽസുകളും ഷോർട്സുകളും റിവ്യൂകളും, മനസ്സിലായില്ലേ, ആ പെർഫോമൻസുകൾ, അതിനകത്ത് ഓരോ സീക്വൻസുകൾ അഭിനയിച്ച് ഇടുന്നു. ഇത്രയും സപ്പോർട്ടുകൾ തരുന്നുണ്ടോ? അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന റൈറ്റ് ആയിട്ട് കാര്യമാണെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും. അത് സംഭവം. അതിനകത്ത് ലെൻസ്മാനോ ഈ പറയുന്ന റൂമിനകത്ത് നിന്ന് കോപ്രായം കാണിക്കുന്ന ഒരുത്തരും വിചാരിച്ചാൽ പോലും സിനിമയെ നശിപ്പിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എനിക്ക് ആ ഒരു ബോധം നല്ല രീതിയിൽ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആയിട്ടാണ് തോന്നിയത്. കാര്യം ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും എനിക്ക് അതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല. ഞാൻ പണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടിന്യൂസ്ലി ഇതുപോലുള്ള ഡിഗ്രേഡിങ് വരുന്ന സമയത്ത് അടുത്തിടയ്ക്കൊന്നും അങ്ങനെ കാര്യമായിട്ട്, ബിക്കോസ് ഇക്കയ്ക്ക്
ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമ എന്തെങ്കിലും ഒരു ദിവസം ഉറപ്പായിട്ടും അതിന്റെ പ്രതിഫലനം എനിക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാൻ പറ്റി. ഗ്രീൻ ബോക്സസ് മേഡ് മീ ഹാർട്ട് ബ്രോക്കൺ. അതെ. എൻ്റെ യഥാർത്ഥ പ്രേക്ഷകർക്ക് സംവദിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഉറപ്പാണ് ജീവിതത്തിൽ എന്തെങ്കിലും അവർക്ക് എനിക്ക് സംവദിക്കാൻ കഴിയുമെന്ന്. എൻ്റെ കൽബിൻ്റെ മിടുപ്പുകൾ അവർ അറിയുമെന്ന് ഞാൻ എഴുതിയത്. അത് എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് അത്രത്തോളം ഇമോഷണലി ഡൗൺ ആയിട്ടാണ്. മനസ്സിലായില്ലേ? ബ്രോ, ഇവിടുത്തെ നിങ്ങൾ വിചാരിക്കുന്ന കൊട്ടിയാഘോഷിപ്പിക്കുന്ന ഓരോ ഡയറക്ടേഴ്സിനെയും ബ്രോ പേഴ്സണലി വിളിച്ച് സംസാരിച്ച് നോക്കുക. അവരനുഭവിക്കുന്ന ഇത്രയും മാനസിക പീഡനങ്ങൾ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ ഒരുത്തരും അനുഭവിക്കുന്നില്ല. മനസ്സിലല്ലേ? എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമ 3 സിനിമ കഴിഞ്ഞപ്പോൾ 3 രോഗങ്ങളാണ് കിട്ടിയത്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഷുഗർ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ടെൻഷനാണ് അനുഭവിക്കുന്നത്. നമ്മൾ യുദ്ധത്തിന് പോകുന്ന പോലെ ഒരു കൂട്ടം ആൾക്കാർ നേരെ പോയി ഒരു സ്ഥലത്ത് ജീവിക്കുക, അവിടുന്ന് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാതെ നമ്മൾ ഈ ടെൻഷൻ മൊത്തം തലയിൽ കയറ്റി ഈ സിനിമയുടെ സക്സസ് ആയി കഴിഞ്ഞാൽ അത് വേറൊരു വിഭാഗം കൊണ്ടുപോയി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാം ഈ ഡയറക്ടർ നടക്കുകയും ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിപ്പോയി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ഇവിടെ ഐവിഷ് സാറിനെ പോലത്തെ ബ്രില്യൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്തായിരുന്നു സിനിമ ഇരുന്നത്. അത് ആർട്ടിസ്റ്റിലോട്ട് മാറിയപ്പം അതിൻ്റെ ഒരു ഭംഗിയായി പോയി. മനസ്സിലായി? അവർ പറയുന്ന പോലെ അവരുടെ മേക്കർമാർ പറയുന്ന സജഷൻ പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണത്. മനസ്സിലായില്ലേ? ആ ഇൻഡസ്ട്രിയിൽ ഒരു പാമ്പടിച്ച ഡയറക്ടർ കഷ്ടപ്പെട്ടൊരു സിനിമ ഉണ്ടാക്കി ആ സിനിമ എങ്ങനെയെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തിയേറ്ററിലെത്തുമ്പം ബാക്കിയെല്ലാം പോട്ടെ, അതിന് ഈ പറയുന്ന ഇപ്പോൾ പുതിയ വിഭാഗമായിട്ടുള്ള ഈ ഓൺലൈൻ റിവ്യൂസ് കൂടി വന്ന് വെക്കുന്നതോടെ അതൊക്കെ ഒന്ന് മയപ്പെടുത്തുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പല ഡയറക്ടേഴ്സിനെയും വട്ടപ്പേര് പിടിച്ച് കളിയാക്കുന്ന ആൾക്കാർ ആലോചിക്കുക. അവരുടെ മക്കളും ഒക്കെ ഈ ഓൺലൈനിലുള്ളതല്ലേ. എനിക്കറിയാവുന്ന ഒരു വലിയ ഡയറക്ടറിൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്നില്ലായിരുന്നു. അയാളെ ഈ ഓൺലൈനിൽ ഒരാൾ വിളിക്കുന്ന വട്ടപ്പേര് കാരണം കുട്ടികളെ കളിയാക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുന്ന മെൻ്റൽ ട്രോമ വലുതാണ് ബ്രോ. മനസ്സിലായില്ലേ? ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലായി? അതൊന്നും മനസ്സിലാക്കാതെ കേവലം ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു ഡിസ്ലൈക്കിൻ്റെ ഇല്ലെങ്കിൽ നെഗറ്റീവ് അൽഗോരിതത്തിൻ്റെ റവന്യൂക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഇവരൊക്കെ കാലം ഒരു നാൾ തിരിച്ചറിയും. അതിൻ്റെ ആദ്യ പടിയായിട്ട് ഞാൻ കൽബിനെ കാണുന്നു. ഇനിയും അടുത്ത സിനിമകൾ സംസാരിക്കും. ഇനിയും അടുത്ത മേക്കുകൾ എന്നെപ്പോലെ ഒരുപാട് പുതിയ ആൾക്കാരൊന്നും സംസാരിക്കുന്നവർക്കെതിരെ. അതോടെ ഇതില്ലാണ്ടാവും. ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലെവലിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈ സൂഫി സാഹിത്യങ്ങളോട് എങ്ങനെയാണ്? അല്ല, സൂഫി എന്തെങ്കിലും കൂടുതൽ സുഹൈൽ കോയയുടെ തോട്ട്സാണ് അതിനകത്ത് വർക്കൗട്ട് ആയിരിക്കുന്നത്. സുഹൈൽ ഭയങ്കര ഇൻ്റർനാഷണൽ തോട്ട്സ് ഉള്ള ആളാണ്. പുള്ളി ഒരു 10-20 വർഷമായിട്ട് UK ലോകം മൊത്തം സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ആ പുള്ളി ഒരു ബ്രേക്ക് എടുത്തിട്ട് ഭയങ്കര വലിയൊരു പ്രൊഫൈലിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് പുള്ളി ഡൽഹി ജാമ്യയിൽ പോയി ഉറുദു പഠിച്ച ശേഷം ലിറിക്കൽ ഡിപ്പാർട്ട്മെൻറ്റോട് വന്നതാണ്. പിന്നെ പുള്ളി എല്ലാ ലിറിക്സ് നോക്കുക, പ്രേമലു, ജാതിക്കാത്തോട്ടം, എല്ലാ പാട്ടുകളും ബ്യൂട്ടിഫുൾ ആണ്. സുഹൈൽ ആദ്യം എഴുതിയ ലിറിക്സ് ഖൽബിന് വേണ്ടിയാണ്. അതിനുശേഷമാണ് ഈ സിനിമകളൊക്കെ സംഭവിച്ചതെന്നുള്ളൂ. ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി എഴുതിയത് ഖൽബിനാണ്. പടച്ചവന്നിനെ പടച്ചപ്പലും ഇപ്പൊ വിനീത് അത് പാടുന്നത് 2019 കണ്ടാണ്. 2019 റെക്കോർഡ് ചെയ്ത പാട്ടാണ് അത്. പടച്ചവന്നിനെ പടച്ചപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ പോയിട്ട് പിന്നെ വിനീതിനോട് ഞാൻ പറഞ്ഞു വിനീത് പാട്ട് റെക്കോർഡ് ചെയ്യണം. ഞങ്ങൾ അപ്പോൾ സിനിമ ഞാൻ ആയിട്ടില്ല, പക്ഷേ ഈ പാട്ട് എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് വേണം, എഴുത്ത് കഴിഞ്ഞു, ആ പാട്ട് കേൾപ്പിച്ച് എനിക്ക് പലരെയും പിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അത് പറയാൻ പറഞ്ഞു ഞങ്ങൾ ചെന്നൈയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. 2018 തോന്നുന്നു, 19 അല്ല റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അത്രയും പഴക്കമുള്ള പാട്ടാണ്. പക്ഷെ ഭയങ്കര ഫ്രഷ് ആണ്. അതെ അതെ, ഇന്നും അത് നിന്നില്ലേ, അതാണ് കഥയുടെ ആത്മാവുണ്ട്. അതുപോലെ എനിക്ക് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമകളുടെ ഈ ദുരവസ്ഥ മാറുന്നൊരു കാലം അത് നല്ല രീതിയിൽ തന്നെ സംഭവിക്കട്ടെ. സിനിമയെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് ഒരു നല്ല കാലം ഉറപ്പായിട്ടും ഉണ്ടാവും. ഉറപ്പായിട്ടും. ഇപ്പം എന്നെ പോലെ ഒരു സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നൊരാൾക്ക് ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ടന്റുകൾ സംസാരിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു കൂട്ടം ആളുടെ കൂടെ നിൽക്കും. മനസ്സിലായില്ലേ? അപ്പം നമ്മളീ പറയുന്ന ഒരു നെഗറ്റീവ് റിവ്യൂ, നമ്മൾ മോശം പറയുന്ന 3 ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഈ കാണുന്ന ഇവരുടെ കൂടെ നിൽക്കുക, നമുക്ക് ബാക്കിയെല്ലാം ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ലിജോ ജോസ് പെല്ലിശ്ശേരി വലിയൊരു ഡയറക്ടർ, ഇക്കയുടെ ഒരു മെന്ററാണ്, അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഈ സിനിമ ആദ്യം എന്താണ് പറഞ്ഞത്? ലിജോ എന്തുകൊണ്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ എൻ്റെ ഇപ്പം ഒരു പോയിന്റിൽ ഞാൻ ലിജോ അടുത്ത് പറഞ്ഞു ചെയ്യാം. അപ്പം എന്നാൽ നിന്റെ റൂട്ട് ഈ സിനിമയിലുണ്ട്. ഇപ്പം അങ്കമാലി ഞാൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്നൊരു എൻ്റെ ഒരു സ്ഥലമാണല്ലോ, എൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അവിടെ ഞാൻ കളിക്കുമ്പം എനിക്ക് എല്ലാ കോൺഫിഡൻസും ഉണ്ടാവും. അപ്പം നീ ഇനി ചെയ്യേണ്ടത് സാധ്യത ഈ സിനിമയാണ്. മനസ്സിലായില്ലേ? നീ കൽബ് ചെയ്യും. കൽബ് നിനക്ക് അറിയാവുന്ന മുഖങ്ങളാണ്, നിനക്ക് ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, നീ അത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ രഞ്ജിത്തിനേക്ക് സജസ്റ്റ് ചെയ്യുന്നത് ലിജോ ഭായിയാണ്. പിന്നെ ഞാനിങ്ങനെ ഇപ്പം ഞാൻ ഷെയ്നുമായിട്ട് ചെയ്യുന്നില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ലിജോ ഭായിട്ട് പറഞ്ഞാൽ ആ മൈക്കിലൊരു പയ്യനുണ്ട്, അവനൊരു വേറൊരു ലുക്കുണ്ട്, നീ ആ പടം ഒന്ന് കണ്ടു നോക്കുക,
അവനെ നിന്ന് ട്രൈ നോക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഈ മൈക്കിൽ നിന്ന് കാണുന്നത്. എന്നിട്ട് ഞാൻ നേരെ പിന്നെ വിജയ് ഭായി വിളിക്കുന്നത്. വിജയ് ഭായിക്കൊന്ന് പിന്നെ വിജയ് ഭായിക്ക് ഇവരെ അറിയാമെന്ന് എനിക്കറിയാം, വീടൊരു കഥ പറയാമെന്നുണ്ട് വിജയ് ഭായ്. അങ്ങനെയാണ് വിജയ് ഭായിയാണ് അത് കണക്ട് ചെയ്ത്, അങ്ങനെയാണ് ആ സംഭവം സംഭവിക്കുന്നത്. അപ്പം എൻ്റെ ലൈഫിലെ എല്ലാ പേഴ്സണലായിട്ടുള്ള എൻ്റെ എല്ലാ കൺഫ്യൂഷൻസും എൻ്റെ എല്ലാ തോട്ടുകളും എല്ലാം ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം സുഹേലിനെ പോലെ, നിതിൻ ഭായിയെ പോലെ ലിജോ ഭായി, ഷമീറിനെ പോലെയൊക്കെ ലിജോ ഭായി. അതുപോലെ തന്നെ സിനിമാ പ്രാന്തൻ എന്ന് പറയുന്നൊരു വേട്ടക്കിലിക്കയുടെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അത് പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമ ഭയങ്കര വലിയ പലോട്ടി ഇപ്പോൾ റിലീസുണ്ട്. പലോട്ടി ഇപ്പോൾ ഡിസംബർ OTT വരാൻ പോകുന്നു. മൈറോമാക്സിലും ആമസോണിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ അതും നമുക്കൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സിനിമയാണ്. അപ്പം അതിനകത്ത് എനിക്ക് 4-5 പുതിയ ആൾക്കാർക്ക് ലൈഫ് കൊടുക്കാൻ പറ്റി, ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകൾക്ക് ലൈഫ് കൊടുക്കാൻ പറ്റി. അപ്പം അതൊക്കെ അവരുടെയൊക്കെ അമ്മമാരുടെ പ്രാർത്ഥനയായിരിക്കാം. കൽബ് ഒരു ലേറ്റ് ആയിട്ട് പോലും, ഇല്ലെങ്കിൽ എല്ലാവരും മറന്നു കഴിഞ്ഞിട്ട് പോലും ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഓൺലൈൻ തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇരട്ടി മധുരമാണ്. അതെ അതെ. നല്ല രീതിയിൽ അല്ല, ഇപ്പം ആ അപ്രിസിയേഷൻസിൽ ഭയങ്കരമായിട്ടുള്ള ജെന്യൂനിറ്റിയും ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ്നെസ്സും ഉണ്ട്. നമുക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ, മനസ്സിലായില്ലേ? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ തിയേറ്ററിൽ അന്ന് കണ്ട ഇപ്പോൾ ഈ റിവ്യൂ പറഞ്ഞ ആൾക്കാരൊക്കെ താഴെ ആളുകൾ പോയി ചീത്ത പറയുന്നു, ഇല്ലെങ്കിൽ അവർക്കെതിരെ റിവ്യൂ ഇടുന്നു. വീണ്ടും അവരുടെ ആളുകൾ ഈ വിമർശകർക്കെതിരെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു മൂവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. വിമർശനങ്ങൾ വേണം, ഞാൻ വെൽക്കം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വിമർശനങ്ങൾ നല്ലതാണ്, പക്ഷേ ഇതുപോലുള്ള ആഭാസതകൾ വിമർശനങ്ങൾ ഉറപ്പായിട്ടും ആഭാസതകൾ തന്നെ പറയണതിന്, മനസ്സിലായില്ലേ? വ്യക്തിപരമായി ഹരാസ് ചെയ്യുന്ന, ഭയങ്കര മോശം ഭാഷ ഉപയോഗിക്കുന്ന, അതൊക്കെ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്, മനസ്സിലായില്ലേ? അത് ശരിക്കും നിർത്തിക്കേണ്ട പരിപാടിയാണ്, മനസ്സിലായില്ലേ? അവർ പറഞ്ഞോട്ടെ, അവർക്ക് ഇഷ്ടപ്പെടാത്തത് എത്രയോ നല്ല പഴയ റിവ്യൂകളിലൂടെ ഉണ്ടായിരുന്നു, അല്ലേ? അതുപോലെയൊക്കെ സംസാരിക്കട്ടെ. സിനിമയുടെ ഡെപ്തിനെ കുറിച്ചും സിനിമയുടെ ഇഷ്യൂസിനെ കുറിച്ചും ഇതിലെ സിനിമ പറയുന്ന പൊളിറ്റിക്സിനെ കുറിച്ചും സംസാരിക്കട്ടെ. അതിന് വരെ വ്യക്തിപരമായി വട്ടപ്പേര് പിടിച്ചില്ലെങ്കിൽ അതും വളരെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ, ഒരു സംഘടനയുടെ മുകളിൽ നിൽക്കുന്ന ആൾ. ഇവിടെയുള്ള ചെറിയ ആൾക്കാർക്ക് വേണ്ടി, അവരുടെ വേതനത്തിന് വേണ്ടി, അവരുടെ ലൈഫിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ഭയങ്കര മോശം തന്നെയാണ്. അത് ചെയ്യാൻ പാടില്ല, മനസ്സിലായില്ലേ? കാര്യം ഇയാളുടെ ആരെങ്കിലും സിനിമയിലുണ്ടെങ്കിൽ അവർക്ക് ചോദിച്ചാൽ മതിയാവും അവരെത്രത്തോളം ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി, എത്രത്തോളം അവർക്ക് നമ്മുടെ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ അസോസിയേഷനും വെച്ച് എന്തൊക്കെ ഇഷ്യൂസിന് അവർ ഫോൺ എടുക്കും, എന്തൊക്കെ സംഘങ്ങൾ എത്തിപ്പെടുന്നുണ്ട്, എത്രയോ വയ്യാത്ത ആളുകൾക്ക് അവർ സഹായിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ ഒന്നും അറിയാതെ, മനസ്സിലായില്ലേ? ഒരു പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എനിക്ക് അതുപോലെ തന്നെ ഇനിയിപ്പം വരാനുള്ള പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? അല്ല, ഞാൻ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അരിക്കൊമ്പൻ എന്നുള്ള സിനിമയാണ്. അപ്പം അതിൻ്റെ പ്രിയൊക്കെ തുടങ്ങിയിരുന്നതാണ്. പക്ഷേ കൽബിൻ്റെ ഒരു പരാജയം ആ സിനിമയുടെ മുന്നോട്ട് പോകാൻ കുറച്ച് തടസ്സങ്ങളായിരുന്നു, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇപ്പം കിട്ടിയൊരു ഇമ്പാക്റ്റ് ശരിക്കും എനിക്കൊരു ലിഫ്റ്റാണ്. ആസ് എ പ്രചോദനം എനിക്കും, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനികൾക്കും എല്ലാവർക്കും അതൊരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. ആ സപ്പോർട്ടിങ് സിസ്റ്റത്തിൻ്റെ ചുവടുപിടിച്ച് നമുക്ക് എന്തായാലും ആ സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിനയം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വിപിൻ ആറ്റ്ലിയുടെ സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് സ്റ്റീവൻ പോളി എന്ന് പറഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോട്ടാണ്. ഒരു ഇൻ്റർനാഷണൽ തോട്ടെന്നാണ് പറയുക. ഈ വിപിൻ ആറ്റ്ലി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് വിന്നിങ് ഡയറക്ടറാണ്. സിനിമ ഭയങ്കര ഞാൻ കണ്ടുള്ള ഏറ്റവും നല്ല മനുഷ്യരിലൊരാളാണ് വിപിൻ. അപ്പോൾ വിപിൻ ആ സിനിമ ബ്യൂട്ടിഫുൾ ആക്കും എന്നുള്ളതെനിക്ക് ആ സംശയമില്ല. അപ്പോൾ വിപിൻ്റെ കൂടെ ഒരു കൂട്ടായി ഞാനുണ്ടാവും. ഓക്കെ. അപ്പം കൽബ് ഒരുപാട് പേരിലേക്ക് എത്തി, നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടി. അപ്പോൾ ഇക്ക പറഞ്ഞ പോലെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ സത്യസന്ധമായിട്ടൊരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടായാലും കാലങ്ങൾക്ക് അപ്പുറം ആ സിനിമ ജീവിക്കും, അല്ലേ? അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഭാവിയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾക്ക് റെഫറൻസുകളായിട്ട് കൽബ് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ കൽബ് കാണാത്ത പ്രേക്ഷകരോട് നിങ്ങൾ എല്ലാവരും ആമസോൺ പ്രൈമിൽ തന്നെ കൽബ് കാണണം. കാര്യം യൂട്യൂബിലോ ഇല്ലെങ്കിൽ വേറെ അൺഓതറൈസ്ഡ് ആപ്പുകളിലൊക്കെ സിനിമ കാണുമ്പോൾ വിഷയം ആ വ്യൂ ഒരിക്കലും ആമസോൺ പ്രൈമിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. അത് റിഫ്ലക്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ട്രെൻഡിങ്ങിൽ വരികയും ട്രെൻഡിങ്ങിൽ വന്നാൽ മാത്രമേ ഒരു ഹിറ്റ് സിനിമ പോലെ ഇതിനെ ട്രീറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ക്രൂ മെമ്പേഴ്സിനെ അഭിനയിച്ച് ഞങ്ങളുടെ എഫേർട്ടിനെയൊക്കെ നിങ്ങൾ ബഹുമാനിച്ചുകൊണ്ട്, തന്ന സപ്പോർട്ടിനൊക്കെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സിനിമ ആമസോൺ പ്രൈമിൽ തന്നെ കാണുക. താങ്ക് യു.